കർത്താവിന്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. प्रभु का अति पवित्र नाम को महिमा मिले. കർത്താവ് ഇന്നൊരു നല്ലൊരു അവസരം തന്നിട്ടുണ്ട്. प्रभु ने और भी एक सुंदर अवसर दिया. ഇന്ന് മാറിയെന്ന് വിചാരിക്കല്ലേ ഞാനാ സംസാരിക്കുന്നത്. आज कोई बदले के नहीं सोचना मैं बेदारा हूँ. അപ്പം കർത്താവ് ഇത്ര വലിയ ദയയും കൃപയാണ് നമുക്ക് തന്നത്. प्रभु ने हमें कितना बड़ा अनुग्रह दिया है. നമ്മൾ ഈ ലോകത്തിന്റെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ അത് അതിന്റെ അന്ത്യത്തിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. अगर हम ये दुनिया की अवस्था देखेगा तो दुनिया एकदम अंत समय में पहुंच चुके हैं. ഈ അന്ത്യ സമയത്ത് കർത്താവ് നമുക്ക് എപ്പോഴും ഒരു കാര്യം പറഞ്ഞിരിക്കട്ടെ, നിങ്ങൾ ഉണർന്നിരുവിൻ പ്രാർത്ഥിപ്പിൻ. इस अंतिम समय में प्रभु हमेशा हमें याद दिलाता है कि तुम जागृत रहना, प्रार्थना में रहना. എന്നിട്ട് ഈ ഇനിയിപ്പോ നിങ്ങൾ ഉണർന്നുകൊണ്ട് കർത്താവിന്റെ വരവിന് വേണ്ടി നിങ്ങൾ തയ്യാറായിരിക്കും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. इसके अलावा कि जागृत होकर के प्रभु के आगमन की तैयारी में रहने के लिए भी प्रभु ने कहा है. അപ്പോ തയ്യാറാകണം എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് തയ്യാറി എടുക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കണം. अगर तैयार रहने के लिए बोला है तो हम किस प्रकार तैयार होना चाहिए, ये बात को हमें जानना चाहिए. ഞാൻ ദേഹി രക്ഷയുടെ വിഷയത്തിൽ തന്നെ തുടർന്ന് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്ന വിഷയം എടുക്കുവാണ്. आज भी मैंने भी जो कह रहा है वो अपना प्राण के उद्धार का बारे में ही कह रहा हूँ. അതുകൊണ്ട് ദേവദാസൻ ഇത്രയും നാളായിട്ട് ക്ലാസ് കണ്ടിന്യൂ എടുത്ത് അതേ കാര്യത്തിൽ തുടരാനാണ് ആഗ്രഹിക്കുന്നത്. इसलिए प्रभु दास ने जो भी बात को अभी तक हमको सिखाया वही बात को कंटिन्यूस करने के लिए मैं चाहता हूँ. ഞാൻ ആഴമായിട്ടൊന്നും ഡീപ് ക്ലാസ് ആയിട്ട് അങ്ങനെ എടുക്കുന്ന ഉദ്ദേശമല്ല. आज बहुत गहरा रीति में बोलने का वो विषय नहीं. എന്നാൽ കാരണം ഇത്രയും ദിവസമായിട്ട് ദേവദാസന്റെ വചനങ്ങൾ നിങ്ങൾ കേട്ടോണ്ടിരിക്കുവാണെങ്കിൽ അത് തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകുവാണെങ്കിൽ അത് തന്നെ വലിയ കാര്യമാണ്. आज तक जो भी प्रभु दास ने सिखाया अगर वो भी बातों को अगर जान लिया तो वो भी बहुत बड़ी बात है. കാരണം അപ്പൊ അതുകൊണ്ട് ഞാൻ ചില വാക്യങ്ങൾ മാത്രം വായിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. आज मैं आप लोगों को कुछ वचन आपको पढ़ करके बताना चाहता हूँ. ഇന്നലെ നമ്മൾ ഒരു കാര്യം ഇന്നലത്തെ ക്ലാസ് കേട്ടവരുണ്ടെങ്കിൽ അവർ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം. कल की क्लास को जिन्होंने भी सुना उन्होंने एक बात पर ध्यान दिया होगा. നമ്മള് 3 ശത്രുക്കളെ പറ്റി നമ്മൾ കേട്ടു, അല്ലെങ്കിൽ ആത്മാവിന്റെ വളർച്ചയ്ക്ക് വേണ്ടി 3 പ്രകാരമുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മളെ ഇടർച്ചയായി നിൽക്കുന്ന കാര്യങ്ങളെ പറ്റി നമ്മൾ കേട്ടായിരുന്നു. हमारा आत्मीय जीवन की उन्नति में रुकावट लाने वाला 3 हमारा दुश्मनों के बारे में हमने सुना था 2 क्लास में. ലോകം, ജഡം, പിശാച്. दुनिया और शरीर और शैतान. ഇന്നലെ നമ്മൾ പ്രത്യേകിച്ച് പിശാചിനെ പറ്റി നമ്മൾ കേട്ടപ്പോൾ और कल जब हम आखिरी जो दुश्मन शैतान के बारे में जब हम सुन रहा था അവൻ തന്ത്രശാലി ആണെന്ന് ദേവദാസൻ പറയാറുണ്ടായി. जब वो बहुत चतुर है करके प्रभु दास ने कहा. അത് വചനത്തിൽ അങ്ങനെ തന്നെയാണ്. प्रभु के वचन में ऐसे लिखा है. അപ്പൊ ആ വചനം പറയാൻ അവൻ ചതിവലാലാണ്, വഞ്ചനയിലാണ് മനുഷ്യന്മാരെ അവൻ വീഴ്ത്തുന്നത്. क्योंकि प्रभु का वचन कहता है कि वो धोखा के द्वारा लोगों को फंसाता है, गिराता है. അപ്പൊ അങ്ങനെ കേട്ട് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ചോദ്യം വരുന്നത്, അങ്ങനെ ദേഹി രക്ഷ പറയുന്ന ഒരു വിഷയം ഒരു ചതിയുള്ള വിഷയമാണോ? अभी इस बारे में सुनने के समय में हमको ऐसा संदेह आ सकता है कि प्राण के उद्धार के लिए ऐसा कोई विषय, ऐसा कोई बात है क्या? കാരണം ഇന്നലെ ദേവദാസൻ പറഞ്ഞു, നമ്മള് കള്ള പ്രവാചകന്മാരെയും കള്ള അപ്പോസ്തലന്മാരെയും നമ്മൾ സൂക്ഷിപ്പിൻ, അവർ എന്ത് വചനം പറയുന്നത് സൂക്ഷിപ്പിൻ അങ്ങനെ കാര്യം പറയാറുണ്ടായി. कल ये प्रभु दास ने बताया कि झूठे भविष्यवक्ताओं को, झूठे मसीह लोगों से सावधान रहना करके बताया. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ദാസൻ ദേഹി രക്ഷയെ പറ്റി പറയുക അതെങ്ങനെ ശരിയെന്ന്, കാരണം ഞാൻ ഇത്ര നാളായിട്ട് കേട്ടിട്ടില്ല, പുതിയ കാര്യമല്ലേ എന്ന് ചിലവരെങ്ങനെ ചിന്തിക്കുന്ന കൂട്ടത്തിൽ കാണുമായിരിക്കും. शायद हम इस प्राण के उद्धार के बारे में बोलने के समय में ये झूठा भविष्यवक्ता और झूठा प्रेरितों के द्वारा उस प्राण के उद्धार में कैसा वादा आ सकता है करके सोचने वाला होंगे. അതുകൊണ്ട് ആ ദേഹി രക്ഷയുടെ വിഷയത്തിൽ വചനം എന്താ പറയുന്നത് മാത്രം വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. इसलिए जो प्राण के उद्धार के बारे में प्रभु का वचन क्या कहता है उसका बारे में वचन सरफ पढ़ाना चाहता हूँ. അതിന്റെ അർത്ഥങ്ങളെല്ലാം ഈ ദിവസങ്ങൾ നിങ്ങൾ ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ്സുകളിൽ തന്നെ അതിന്റെ അർത്ഥങ്ങൾ ദേവദാസൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. उस वचन के बारे में उसका सही अर्थ प्रभु का दास ने आपको साफ रीति में बताया है. അതുകൊണ്ട് ഞാൻ അതിന്റെ എക്സ്പ്ലനേഷന് ഞാൻ പോകുന്നില്ല. വചനം തന്നെ, ആ വചനം വായിച്ചാൽ തന്നെ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും അത് ശരിയാണല്ലോ, ഇത് വേറൊരു പ്രത്യേക ഒരു കാര്യത്തെ ഉദ്ദേശിച്ചാ പറയുന്നതെന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരും. उस वचन को सिर्फ वापस एक बार जब सुनेंगे तो उसका ज्यादा उसका विवरण ना करते हुए कहेगा तो भी आपको ये जरूर याद आएगा, हाँ ये सचमुच में वैसा ही है. കാരണം ആ വചനം തന്നെ സെൽഫ് എക്സ്പ്ലനേറ്ററി വചനങ്ങൾ, അതിന്
പറയേണ്ട ആവശ്യമില്ല, വായിച്ചാൽ തന്നെ മനസ്സിലാവുന്നുള്ള വാക്യങ്ങളാണ് ഞാൻ എടുത്തേക്കുന്നത്. क्योंकि उस वचन में ज्यादा व्याख्या करने की जरूरत नहीं, वचन पढ़ने के समय में भी हमको समझ में आएगा कि वचन कितना सत्य है. നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ബേസ് ആയിട്ട് നമ്മൾ ഈ വാക്യങ്ങൾ എടുത്തതാണ് 1 തെസ്സലോനിയർ 5:23 വാക്യം നമ്മൾ വായിക്കാം. इसलिए हम आज आधार में एक वचन पढ़ेंगे, पहला तेसलोनिकियों उसके 5 अध्याय का 23 वचन. ये हमने लिया है लेकिन फिर भी हम उसको अभी मनन के लिए पढ़ेंगे. पहला तेसलोनिकियों 5 अध्याय उसका 23 वचन. പല മലയാളമേ പടുക. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. शांति का परमेश्वर आप ही तुम्हें पूरी रीति से पवित्र करे और तुम्हारी आत्मा और प्राण और देह हमारे प्रभु यीशु मसीह के आने तक पूरे पूरे और निर्दोष सुरक्षित रहे. അപ്പോൾ ഒരു പൂർണ്ണ ശുദ്ധി നൽകട്ടെ എന്ന് പറഞ്ഞ ഒരു വാക്ക് അങ്ങനെ വന്നിട്ടുണ്ട് മലയാളത്തിൽ. अभी यहाँ पर हम देखते हैं कि पूर्ण रूप में पवित्रता प्राप्त करना, ऐसा एक वचन मलयालम में आया है. അപ്പൊ ആ പൂർണ്ണ രീതിയിൽ ശുദ്ധീകരണം പറയുമ്പോൾ അത് ആ മനുഷ്യനെ പൂർണ്ണ രീതിയിൽ ശുദ്ധീകരണത്തിനെ പറ്റിയാ പറയുന്നത്. इस पूर्ण पवित्रता का बात बोलेगा तो मनुष्य के अपने जीवन की पूर्णता के बारे में कहता है. ആ പൂർണ്ണത എന്തൊക്കെയാണെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതിന്റെ ആത്മാവ്, ദേഹി, ദേഹം. अब इसका मतलब संपूर्ण रीति में पवित्रता प्राप्त करना, उसका अर्थ कहाँ पर ये पवित्रता प्राप्त करना है, ये बोलता है आत्मा में, प्राण में और शरीर में. അപ്പൊ ഈ വാക്യം തന്നെ ഒരു തെളിവാണ് കർത്താവ് മനുഷ്യന് വേണ്ടിയിട്ട് 3 രക്ഷയുടെ ഒരു ക്രിയ ഇതിലുണ്ടെന്ന്. इसका मतलब ये वचन ही हमें समझाता है कि मनुष्य के उद्धार के अवस्था में ये 3 भाग है, तीनों बात है. ഞാൻ ഈ വാക്യം എടുക്കാൻ വേറെ ഒരു ഉദ്ദേശം കൂടെ ഉണ്ട്. ये वचन को लेने का और भी एक मेरा उद्देश्य है. ഞാൻ ഒരു കൂട്ടരായിട്ട് ഒരു കൂട്ടായി ഒരു സംസാരിക്കാൻ, കർത്താവിന്റെ വചനം സംസാരിക്കാൻ എനിക്ക് കർത്താവ് അവസരം തന്നായിരുന്നു. एक बार कुछ लोगों के साथ बात करने के लिए मुझे प्रभु ने अवसर दिया. സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അവര് ആത്മാവും പ്രാണനെയും വിശ്വസിക്കുന്നില്ല. രണ്ടും ഒന്നാന്നാ പറയുന്നത്, രണ്ടല്ലാന്നാ പറയുന്നത്. वे लोग वास्तव में मुझे ये समझ में आया कि उन लोग विश्वास करता है कि आत्मा और प्राण दोनों एक है करके विश्वास करते हैं. അപ്പൊ ഒത്തിരി വചനങ്ങൾ കൊടുത്തിട്ടും അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. രണ്ടും രണ്ടല്ല ഒന്നാണ് തന്നെ അവർ തിരിച്ചിട്ട് സ്പഷ്ടമായിട്ട് പറയും. बहुत से वचनों से उनसे बात किया तभी भी वो बोलता है कि ये दोनों दो नहीं है, वो एक है करके तर्क करने लगे. ഈ വചനം തന്നെ എടുത്തിട്ട് രണ്ടായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും അവർക്ക് വിശ്വാസമില്ല. इस वचन को अभी हमने जो पढ़ा, ये वचन को लेकर के उनको बताया तभी भी उनको विश्वास नहीं. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാവിൽ കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ബുദ്ധി ഏറ്റവും വലിയൊരു ഇടർച്ചയായി മാറും. प्रियो, हमारे जीवन में अगर हम प्रभु का वचन को आत्मा में अगर नहीं सीखेगा तो ये बात हमें एक बड़ा ठोकर लगेगा. നമ്മൾ എബ്രായ ലേഖനം 4 അതിന്റെ 12 വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോഴും जब इब्रानियों के पत्री 4 अध्याय का 12 वचन में भी जब हम पढ़ता है, അത് നമ്മൾ അവിടെ പറയുന്നത് ദൈവത്തിന്റെ വചനം ഒരു ഇരുവാളാണെന്നാ പറയുന്നത്. वहां पर लिखा है कि परमेश्वर का वचन दोधारी तलवार है करके बताता है. എന്നിട്ട് അവിടെ തന്നെ അവസാനത്തിൽ പറയുന്നത് ഈ വാൾ എന്ത് ചെയ്യുന്നു, ആത്മാവിനെയും പ്രാണനെയും സെപ്പറേറ്റ് ചെയ്യുന്നു എന്നൊരു ഭാഗമുണ്ട്. यहाँ पर उस 12 वचन के बीच में हम देखते हैं कि वो प्राण और आत्मा को अलग अलग करता है. അപ്പം ആ വാക്യത്തിന് സ്പഷ്ടമായിട്ട് എഴുതിയിട്ടില്ലേ ഒരു ആത്മാവും ഉണ്ട് എന്നൊരു പ്രാണും ഉണ്ടെന്ന്. इस वचन में क्लियर लिखा है कि प्राण भी है और आत्मा भी है, अलग अलग है. നമ്മൾ വചനം വായിച്ചാൽ തന്നെ ആ വചനം തന്നെ നമുക്ക് പറഞ്ഞു തരുക. അതിന്റെ ആത്മാവിന്റെ ആഴത്തിൽ കയറിയിട്ടില്ല, എന്നാൽ വായിച്ചാൽ തന്നെ മനസ്സിലാകുന്നുണ്ട് ഒരു ദേഹിയുണ്ട്, ഒരു ആത്മാവുണ്ട്. इस वचन को पढ़ने से ही सामान्य बुद्धि जिसको है वो भी समझ सकता है कि एक प्राण भी है और एक आत्मा भी है. അപ്പം നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ ആത്മാവിന്റെ രക്ഷയുണ്ട്, ദേഹിയുടെ രക്ഷയുണ്ട്, ദേഹത്തിന്റെ രക്ഷയുണ്ട്. इसका मतलब हमें जानना चाहिए आत्मा का भी उद्धार है, प्राण का भी उद्धार है और शरीर का भी उद्धार है. ആത്മാവിന്റെ രക്ഷയും ശരീരത്തിന്റെ രക്ഷയും എന്ന് പറഞ്ഞ് കണ്ണ് നിമിക്കുമ്പോൾ നടക്കുന്ന ഒരു കാര്യമാണ്. आत्मा का उद्धार और शरीर का उद्धार ये आंख प्लंग मारते ही मतलब एक क्षण में होने वाला बात है. അതിന് ആർക്കും എക്സ്പ്ലെയിൻ ചെയ്യാനോ മനസ്സിലാക്കി തരാനോ പറ്റാത്ത ഒരു കാര്യമാണ്. मतलब इस बात को विवरण करके समझाना ये बहुत मुश्किल की बात है. നമ്മള് കർത്താവ് നിക്കോദിമോസ് ഒരു കാര്യം പറഞ്ഞു. जब प्रभु यीशु मसीह ने निकोदेमुस से एक का बात कहा था, യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 3 അധ്യായത്തിൽ, യോഹന്നാൻ का सुसमाचार उसके 3 अध्याय में, അവിടെ അതിന്റെ 8 വാക്യം, उसके 7 और 8 वचन में हम देखता है, നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് നിന്നോട് പറയാൻ ആശ്ചര്യപ്പെടരുത്. കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെ ആകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. अचंबा न कर कि मैंने तुझसे कहा, तुझे नए सिरे से जन्म लेना अवश्य है.
हवा जिधर चाहती है उधर चलती है और तू उसका शब्द सुनता है परंतु नहीं जानता कि वह कहाँ से आती और किधर को जाती है। जो कोई आत्मा से जन्मा है वह ऐसा ही है. അപ്പൊ ആത്മാവിൽ ജനിക്കുന്നവരുടെ വിഷയത്തും ഈ രീതിയിൽ തന്നെയാണ് കർത്താവ് പറയുന്നത്. आत्मा में नया जन्म पाने वाले लोगों का अवस्था का बारे में भी प्रभु कहता है कि जैसे हवा आता जाता जिसको मालूम नहीं पड़ता वैसा ही है करके प्रभु समझाता है. അപ്പോൾ കാറ്റ് ഒഴുകുന്ന കാറ്റ് നമ്മൾ കാണുന്നില്ല, കാറ്റ് നമ്മൾ അനുഭവിക്കുന്നത് മാത്രമേ ഉള്ളൂ. जब हवा बहता है तो हम उसको हवा को देखते नहीं परंतु अनुभव करते हैं. എന്നാലും കാറ്റില്ല എന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. परंतु इसका मतलब देखता नहीं, इसका मतलब ये नहीं कि हवा नहीं नहीं. അത് അതേപോലെ തന്നെ ആത്മാവിന്റെ രക്ഷയെ പറ്റി കർത്താവ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കർത്താവ് കാര്യം പറയുന്നത് അത് ആത്മാവാണ് ചെയ്യുന്നത്. അത് വലിയ കാര്യമായിട്ട് പറയേണ്ട ആവശ്യമില്ല. അത് നീ ആ വ്യക്തിക്ക് മാത്രം മനസ്സിലാക്കുന്ന ഒരു അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ്. उसका उसी जैसा आत्मा का उद्धार जो है वो किसको दिखाई नहीं देता, वो उस व्यक्ति को अनुभव होता है. इसलिए हमें उसका बारे में ज्यादा बताने की जरूरत नहीं. ഫിലിപ്പിയ ലേഖനം फिलिपियों का पत्री അതിന്റെ 3-ാം അധ്യായം उसका 3रा अध्याय അതിന്റെ അവസാന വാക്യത്തിൽ उसका आखिर में फिलिपियों का पत्री 3रा अध्याय 21-ാം വാക്യം उसका 21 वचन में हम देखता है അവിടെ നമ്മുടെ ശരീരത്തിന്റെ രക്ഷയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. वहां पर हमारा शरीर के उद्धार के बारे में लिखा है. എന്നാൽ ഇത് ഇവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നോക്കിക്കോ. यहाँ पर कैसे लिखा है आप देखिए. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അപ്പൊ അവിടെ പറഞ്ഞേക്കുന്നത് അവൻ അവന്റെ ശക്തിയാൽ അത് ചെയ്യുന്ന ഒരു കാര്യം. ആ ശക്തിക്ക് ആർക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. प्रभु अपने सामर्थ्य में ये काम करता है करके यहाँ पर लिखा है. ഈ ശക്തിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് സകലത്തിനും അവന്റെ വശീകരത്തിൽ കൊണ്ടുവരാനുള്ള ശക്തി ഉണ്ട് അതിൽ. क्योंकि ये सामर्थ्य ऐसे सामर्थ्य है सब कुछ अपने वश में ला सकता है. അത് കർത്താവ് നമ്മുടെ നമ്മുടെ ശരീര രക്ഷയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ये सर्व हमारे शरीर के उद्धार के लिए कार्य करने वाला बात है. കാരണം നമ്മുടെ താഴ്ചയുള്ള ശരീരം അത് അസാമാന്യമായ ഒരു ദിവ്യ ശരീരം അല്ലെങ്കിൽ ആത്മീയ ശരീരമാകണമെങ്കിൽ ഇങ്ങനത്തെ ഒരു ശക്തി പ്രവർത്തിച്ചാലേ പറ്റുള്ളൂ. मतलब हमारा ये दीनहीन देह ऐसा एक असीम सामर्थ्य कार्य करने के बाद में ही इस प्रकार का महिमा की अवस्था में हम पहुंच सकते हैं. കാരണം നമ്മൾ ആർക്കും ജഡത്തിൽ പ്രവർത്തിച്ചിട്ട് സ്വർഗീയമായ കാര്യങ്ങൾ ഉത്ഭവിക്കാൻ നമുക്ക് പറ്റത്തില്ല. क्योंकि हम लोग कोई भी शरीर के द्वारा काम करके उस आत्मिक अवस्था में उस पवित्रताई में हम नहीं पहुंच सकता. എന്നാൽ കർത്താവ് പ്രവർത്തിച്ചാലേ പറ്റുള്ളൂ. परंतु प्रभु जब काम करेगा तभी वो काम होगा. അതേപോലെയാണ് ആത്മാവിന്റെ രക്ഷയും ശരീരത്തിന്റെ രക്ഷയും. उसी प्रकार है जो आत्मा का उद्धार और शरीर का उद्धार. എന്നാൽ ദേഹീയ രക്ഷയുടെ വിഷയം നമ്മൾ വരുമ്പോൾ परंतु जब प्राण के उद्धार के बारे में जब हम आता है അതിന്റെ ആധാരം കർത്താവാണ് ചെയ്തത്. അത് ശരിയാണ്. उस प्राण का उद्धार भी प्रभु करता है, ये बात सच है. എന്നാൽ ആ ആധാരത്തിൽ ഞാൻ എത്ര വിശ്വസിക്കുന്നോ ആ കർത്താവിന്റെ പ്രവൃത്തിയിൽ ഞാൻ എത്ര സംയോഗ്യപ്പെടുന്ന അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ദേഹീയ രക്ഷയ്ക്കുള്ള അനുഗ്രഹം എനിക്ക് കിട്ടുന്നത്. प्रभु करता है तो भी मैं प्रभु के साथ जितना सहयोग देता है, प्रभु को साथ देता है, उसके अनुसार मेरी प्राण को उद्धार है. ഞാൻ പെട്ടെന്ന് ചില വാക്യങ്ങൾ ഞാൻ വായിക്കാം. मैं जल्दी आपको कुछ वचन पढ़ना चाहता हूँ. നമ്മള് ആത്മാവിന്റെ രക്ഷയെ പറ്റി ആർക്കും സംശയമില്ലാന്ന് എനിക്ക് അറിയാം. मुझे मालूम है कि आत्मा के उद्धार के बारे में किसी को कोई संदेह नहीं. എന്നാൽ പെട്ടെന്ന് 2-3 വാക്യം ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, വാക്യങ്ങൾ മാത്രം വായിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. परंतु उसके बारे में 2-3 वचन में जल्दी आपको पढ़ना चाहता हूँ. मैं उसको विवरण नहीं करना चाहता हूँ. ഈ 3 രക്ഷയെ പറ്റിയിട്ടും ബൈബിളിൽ എഴുതിയിട്ടുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് വായിക്കുന്നത്. ये क्यों पढ़ रहा है कि क्योंकि ये तीनों उद्धार के बारे में बाइबल में लिखा है, इसलिए पढ़ा रहा है. നമ്മള് അപ്പോസ്തല പ്രവൃത്തി 2:21 നമ്മൾ വായിക്കുമ്പോൾ जब प्रेरितों का काम उसका दूसरा अध्याय का 21 वचन में जब पढ़ता है तो प्रेरितों का काम उसका दूसरा अध्याय उसका 21 वचन എന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും എന്ന് ദൈവം അരുളിച്ചെയ്യുന്നു. जो कोई प्रभु का नाम लेगा वो उद्धार पाएगा. അപ്പൊ കർത്താവിന്റെ നാമം ആരൊക്കെ വിളിച്ചാൽ അവൻ രക്ഷിക്കപ്പെടുന്നു പറയുമ്പോൾ ഈ രക്ഷ അവന്റെ ആത്മാവിന്റെ രക്ഷയെ പറ്റിയിട്ടാണ് പറയുന്നത്. यहाँ पर जो भी प्रभु का नाम लेगा उसका उद्धार होगा. ये उद्धार किसका है? ये आत्मा का उद्धार है. ഇതേപോലെയാണ് റോമാലേഖനം 10-ാം അധ്യായം അതിന്റെ 9-10 നമുക്ക് പരിചയമായുള്ള ഒരു വാക്യമാണ്. इसी प्रकार हम रोमियों का पत्र 10 अध्याय का 10 वचन ये हम बहुत अच्छी तरह जानता है कि ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. क्योंकि धार्मिकता के लिए मन से विश्वास किया जाता है और उद्धार के लिए मुंह से अंगीकार किया जाता है. 10 भी 10 अच्छा 9 भी पढ़ना. യേശുവിനെ കർത്താവ് എന്ന് വായ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. No.
यदि तू अपने मुंह से यीशु को प्रभु जानकर अंगीकार करे तो अपने मन से विश्वास करे कि परमेश्वर ने उसे मरे हुओं में से जिलाया तो तू निश्चय उद्धार पाएगा. നമ്മള് സാധാരണമായിട്ട് രക്ഷിക്കപ്പെട്ടു എന്ന് വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വിചാരിക്കും, ഞാൻ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു ഇനി ഞാൻ സ്വർഗത്തിൽ പോകും, കാര്യം കഴിഞ്ഞു എന്നാണ് നമ്മൾ എപ്പോഴും ചിന്തിച്ചോണ്ട് സാധാരണ നമ്മുടെ മനോവസ്ഥ. कई बार कई लोग इस रीति में सोचता है कि मैंने उद्धार पाया, इसका मतलब क्या है कि कभी भी है मैं प्रभु आएगा, प्रभु के साथ जाएगा, ऐसे हम सोचते हैं. എന്നാൽ രക്ഷിക്കപ്പെടുമെന്ന് അവിടെ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിന്റെ വ്യാഖ്യാനങ്ങൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. जब हम वचन पढ़ता है तो वो वचन किस अर्थ में लिखा, भूतकाल में लिखा है क्या, वर्तमान काल में लिखा है क्या, भविष्यकाल में लिखा है क्या, ये बात को उसका सही अर्थ में हमें जानना चाहिए. അപ്പൊ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ചില സ്ഥലത്ത് രക്ഷിക്കപ്പെടാൻ പോകുന്നു എന്നുമുണ്ട്, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നും എഴുതിയിട്ടുണ്ട്. जब हम उद्धार का बारे में जब पढ़ता है, कई जगह पर लिखा है कि हमारा उद्धार हो गया, कई जगह पर लिखा है कि हमारा उद्धार हो रहा है, और कई जगह पर लिखा है कि हमारा उद्धार होगा. അപ്പൊ ഇങ്ങനൊക്കെ വാക്യങ്ങൾ പദങ്ങൾ നമ്മൾ വായിക്കും. അപ്പൊ ശ്രദ്ധിക്കണം. അപ്പൊ ആ രക്ഷ എന്ന് പറയുമ്പോൾ ഇന്ന് ഒരു രക്ഷ നടന്നു കഴിഞ്ഞിട്ടുള്ള രക്ഷയുണ്ട്, രക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, രക്ഷ ആകാൻ പോകുന്നത് ഒരു കാര്യമുണ്ട്. यहाँ पर हमें बहुत ध्यान देने वाली बात क्या है कि ये वचनों पढ़ने के समय में हम टोटली एक में मतलब नहीं लेगा ना, उसमें उद्धार पाया हुआ अवस्था भी है, उद्धार पाते रहने वाला अवस्था है, और उद्धार पाएगा, ये तीनों अवस्था है. അത് ഈ നമ്മള് കഴിഞ്ഞ ക്ലാസ്സസ് കേട്ടിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ വ്യക്തമായിട്ട് ദേവദാസൻ പറഞ്ഞിട്ടുണ്ട്. पिछले दिनों में जो भी क्लास हुआ है, इस क्लास में आपको ये बात क्लियर बताया है, അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. इसलिए मैं उसको विवरण ज्यादा नहीं करता. പിന്നെ നമ്മുടെ ആത്മാവ് രക്ഷയെ പറ്റി നമ്മൾ ഏറ്റവും ഫേവറേറ്റ് വാക്യം നമ്മൾ ഉപയോഗിക്കുന്നതാണ് എഫേസ്യർ ലേഖനം 2:8. जब हम आत्मा का उद्धार के बारे में सबसे मतलब ज्यादा हम उपयोग करने वाला एक वचन है एफिसियों के पत्री, उसका 2 अध्याय, उसके 8वां वचन. എഫേസ്യർ ലേഖനം 2:8. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാവുന്നു. ആമേൻ. 2:8. विश्वास के द्वारा अनुग्रह ही से तुम्हारा उद्धार हुआ है. ഇപ്പൊ നമ്മൾ അവിടെ പറയുന്നത് രക്ഷിക്കപ്പെട്ടു എന്നാ പറയുന്നത്, അനുഗ്രഹത്താൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു. यहाँ पर हम देखते हैं कि उद्धार हुआ है, मतलब हो गया है, उद्धार हुआ. എന്നിട്ട് അതേ എഫേസ്യർ ലേഖനം 1:13. परंतु उसी एफेसियों के पत्र उसके 12 अध्याय का 13 वचन हम जब पढ़ेगा, അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട്. അപ്പൊ അവിടെ നിങ്ങൾ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു സുവിശേഷം നിങ്ങൾ കേട്ടു, എന്റെ ആത്മാവിന്റെ രക്ഷയെ പറ്റിയിട്ടാണ് അവിടെ പറയുന്നത്. यहाँ पर हम अपने उद्धार पाने के लिए ये आत्मा का उद्धार के बारे में कहता है कि तुमने सुसमाचार को सुना. അപ്പൊ ഇതാണ് നമ്മൾ സാധാരണ നമ്മൾ ലോകത്തിൽ പോയിട്ട് ജനങ്ങൾ പാപികൾ നമ്മൾ സുവിശേഷം പറയുമ്പോൾ അവർ വിശ്വസിച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്താ പറ്റുന്നത്, രക്ഷിക്കപ്പെടുന്ന സുവിശേഷം മുഖാന്തരമാണ് അവർ രക്ഷിക്കപ്പെടുന്നത്. जब हम दुनिया में जाकर के लोगों को सुसमाचार सुनाता है, उस समय में वे लोग सुसमाचार सुनता है क्योंकि उन लोग उद्धार पाने वाला सुसमाचार को उन्होंने सुना. അപ്പൊ അത് അവരുടെ ആത്മാവിന്റെ രക്ഷ അവസ്ഥയിലേക്ക് പ്രവേശിച്ചു. ഈ समय में वे लोग आत्मा के उद्धार में प्रवेश किया. അല്ലേ? അപ്പം സുവിശേഷം പറയുന്ന എത്ര അനുഗ്രഹപ്പെട്ട ഒരു കാര്യമല്ലേ. इसका मतलब सुसमाचार सुनाना कितना आशीषदायी बात है. രക്ഷ നമ്മളല്ല കൊടുക്കുന്നത്, क्योंकि उद्धार हम नहीं देता, അത് ദൈവത്തിന്റെ ദാനമാണ്, ये प्रभु का दान है, ദൈവമാണ് ചെയ്യുന്നത്, ये प्रभु करता है. നമ്മൾ വെറും ഒരു പാത്രമാണ്. हम सिर्फ एक बर्तन है. പാത്രം എന്ന് പറയുമ്പോൾ കർത്താവിന്റെ നിന്ന് ഒരു കയ്യിൽ നിന്ന് പ്രാപിച്ചിട്ട് മറ്റേ കയ്യിൽ നിന്ന് ജനത്തിന് കൊടുക്കുക, അതാണ് നമ്മുടെ बर्तन बोलने का अर्थ क्या है कि हम एक साइड से प्रभु से लेता है और दूसरे साइड से दूसरे लोगों को देता है. നമ്മൾ വെറും ഒരു ചാനൽ ആകുന്നേ ഉള്ളൂ. हम सिर्फ उसके भरने वाला एक पात्र. ആ വിഷയത്തിൽ നമ്മൾ ഒത്തിരി ഉത്സാഹമുള്ളവരായിരിക്കണം. ये कार्य में हमें बहुत उत्साह चाहिए. നമ്മൾ 2 തിമോത്തി 1:9 നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ, जब दूसरा तिमोथी उसका पहला अध्याय का जब 9 वचन में हम पढ़ता है, दूसरा तिमोथी 1:9 में हम पढ़ता है, जिसने हमारा उद्धार किया. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകല കാലത്തിന് മുമ്പേ ക്രിസ്തു യേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം. അപ്പൊ അവിടെ നമ്മൾ രക്ഷിക്കപ്പെട്ടു, നമ്മൾ വിളിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്, രക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അത് കാലത്തിന് മുമ്പേ തന്നെ ചെയ്തൊരു പ്രവൃത്തിയാണ് അവർ വചനം പറയുന്നത്. जब प्रभु ने पहले किया, हमारा बुलाया, हमारा उद्धार किया, ये प्रभु ने पहले से किया. ഇല്ല, സമയം തുടങ്ങുന്ന മുമ്പേ തന്നെ നമുക്ക് ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് നമുക്ക് തിരഞ്ഞെടുക്കുന്നു എന്ന് പറയുന്നത് അത് എത്ര ശ്രേഷ്ഠ കാര്യമല്ലേ. जब समय आरंभ होने से पहले ही प्रभु ने हमें मसीह में चुन लिया, ये जानना
जानना ये बात कितना श्रेष्ठ बात है. ഇല്ലേ? ഒരു അവസര വാക്യം കൂടെ തീത്തോസിന്റെ പുസ്തകം 3:5 നമ്മൾ വായിക്കുമ്പോഴും അവിടെയും നമ്മൾ കൃപയാൽ എത്ര നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ള കാര്യം അവിടെ വായിക്കുന്നുണ്ട്. जब तीतुस का पत्री उसका 3रा अध्याय उसके 5 वचन में भी हम देखते हैं कि अनुग्रह के द्वारा हमारा उद्धार हुआ. അവൻ നാം നമ്മെ ചെയ്ത നീതി പ്രവൃത്തികളല്ല തന്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. അത് മതി. वो पढ़ेंगे उसने हमारा उद्धार किया. हाँ पूरा पढ़ो. और यह धर्म के कामों के कारण नहीं हाँ. जो हमने आप किए पर अपनी दया के अनुसार. കർത്താവ് നമ്മുടെ മേളിൽ ഒരു വലിയ ദയ കാണിച്ചുകൊണ്ടാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. परमेश्वर के उस अनुग्रह के द्वारा हमारा उद्धार हुआ. അപ്പൊ ആത്മാവിനെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എത്ര പ്രവർത്തനം ചെയ്താലും അതിൽ എനിക്ക് ഒരു ഭാഗവുമില്ല. കർത്താവ് അത് ചെയ്യുന്ന കാര്യമാണ്. जब आत्मा के उद्धार के लिए हम कितना भी काम करें उससे हमें कोई लाभ नहीं, क्योंकि ये काम स्वर्ग हमारे प्रभु खुद करता है. നമ്മൾ ശരീര രക്ഷയത്തിൽ നമ്മൾ കാണുമ്പോൾ परंतु जब हम प्राण की जब शरीर के उद्धार के बारे में ഈ देखते हैं, ശരീരരക്ഷ വിഷയത്തിൽ നോക്കുമ്പോൾ ഇതും തീർച്ചയായിട്ടും കർത്താവ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ये शरीर का उद्धार भी ये स्वयं प्रभु करने वाला काम है. നമ്മൾ 1 തെസ്സലോനിയർ 5 अध्याയം जब हम पहला തെസ്സലോനിക്കർ उसकी 5वां अध्याय അതിന്റെ 9 വാക്യത്തിൽ उसका 9 वचन में हम पढ़ते ഇവിടെ हैं. നമ്മൾ ഒരു പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിച്ച് വായിക്കണേ. यहाँ पर बहुत ध्यान देकर हमें पढ़ना है. पहला തെസ്സലോനിക്കർ 5 अध्याय का 9-10 वचन. ഇവിടെ രക്ഷയെ പറ്റി പറയുമ്പോൾ ആ രക്ഷ നമുക്ക് കഴിഞ്ഞു എന്നുള്ള കാര്യമല്ല, നമുക്ക് കിട്ടാൻ പോകുന്ന രക്ഷയെ പറ്റിയിട്ടാണ് ഉദ്ദേശിച്ച് പറയുന്നത്. यहाँ पर जो उद्धार के बारे में जो बताता है ये हमें उद्धार मिला वो भूतकाल का बात नहीं, भविष्य में मिलने वाला उस उद्धार के बारे में कहता है. ഇവിടെ വ്യാകരണം മാറുവാണ്. यहाँ पर जो भी हमारा ग्रामर जो है वो बदलता है. यहाँ पर सुनिए पहला തെസ്സലോനിക്കർ 5 अध्याय का 9-10 वचन. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാനത്രേ നിയമിച്ചിരിക്കുന്നത്. परमेश्वर ने हमें क्रोध के लिए नहीं परंतु इसलिए ठहराया है कि हम अपने प्रभु यीशु मसीह के द्वारा उद्धार प्राप्त करें. वह हमारे लिए इस कारण मरा कि हम चाहे जागते हो चाहे सोते हो सब मिलकर उसी के साथ जिए. അപ്പൊ ഇവിടെ വായിക്കുന്നത് രക്ഷ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. यहाँ पर हम पढ़ता है कि हम उद्धार प्राप्त करने के लिए प्रभु ने हमें बुलाया. എന്ന് കുറച്ചു നേരം മുമ്പേ പറഞ്ഞുള്ളല്ലോ, രക്ഷ നമുക്ക് പ്രാപിക്കാൻ പറ്റത്തില്ല. यहाँ पर हम थोड़ी देर पहले हमने पढ़ा था कि हम स्वयं उद्धार नहीं पा सकता. എന്നാൽ ഇവിടെ നമ്മളെ വിളിച്ചിരിക്കുന്ന ആ രക്ഷ കിട്ടാൻ വേണ്ടി പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. परंतु यहाँ पर बोलते हैं कि हम उद्धार पाने के लिए बुलाया गया. ഇല്ലേ? വ്യാകരണം നമ്മൾ മനസ്സിലായല്ലോ. इसका मतलब उसका ग्रामर आपको समझ में आया ना? എന്നാൽ അർത്ഥം മനസ്സിലായോ? उसका अर्थ समझ में आया. കാരണം ഇത് ശരീരത്തിൽ വായിച്ചു കഴിഞ്ഞാൽ തർക്കം തരാനുള്ള ഒരു വാക്യമാണ്. क्योंकि अगर हम ये शरीर में पढ़ेगा तो अपने बुद्धि में पढ़ेगा तो जरूर इसमें वाद विवाद हो जाएगा. എന്നാൽ രക്ഷയെ നമ്മൾ 3 ഭാഗമായിട്ട് വിഭാജനം ചെയ്തില്ലെങ്കിൽ ഇത് നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യമാണ്. परंतु उद्धार का बारे में इस रीति में अगर हम 3 भागों में अगर हम नहीं सीखेगा तो हम जरूर हमें शंका आएगा. കാരണം രക്ഷ എന്ന് പറയുമ്പോൾ അത് 3 ഘടം രീതിയിലാണ്, 3 ഭാഗമായിട്ടാണ് കർത്താവ് അതിന് ഇത് ചെയ്തേക്കുന്നത്. उद्धार बोलेगा तो ये 3 भागों में ही प्रभु का वचन या प्रभु ने इसका कार्य किया है. കർത്താവ് അത് ചെയ്ത്, കാരണം നമ്മൾ നേരത്തെ നമ്മൾ വായിച്ചു, ലോകസ്ഥാപനത്തിന് മുമ്പേ തന്നെ കർത്താവ് നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി എല്ലാ കാര്യം ഒരുക്കി വെച്ചിരിക്കുക. क्योंकि हमने पहले ही पढ़ा कि दुनिया की या जगत की उत्पत्ति से पहले ही प्रभु ने हमारे लिए उद्धार का सारा काम कर चुका है. ഇല്ലേ? എന്നിട്ട് അതേപോലെ നമ്മൾ ഇപ്പൊ ഇനി നമ്മൾ വായിച്ചത് ഒരു രക്ഷ പ്രാപിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. अभी हमें उद्धार पाने के लिए प्रभु ने हमको बुलाया करके यहाँ पर हम पढ़ते हैं. നമ്മൾ 2 തിമോത്തി 2:10 നമ്മൾ വായിക്കുമ്പോൾ जब दूसरा तिमोथी दूसरा अध्याय का 10 वचन में जब हम पढ़ता है, दूसरा तिमोथी दूसरा अध्याय का 10 वचन में हम पढ़ता है, അതുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ള രക്ഷ നിത്യദേശത്തോടുകൂടെ ബ്രദർമാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു. അപ്പോൾ ഒരു രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. यहाँ पर प्रेरित पौलुस कहता है कि हमें पवित्र लोगों को मिलने वाला उद्धार का बारे में कहा है. അപ്പൊ അവിടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. അത് ഏത് രക്ഷയെ പറ്റിയിട്ടാണ് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. यहाँ पर हमें ये जानना है कि ये कौन सा उद्धार का बारे में कहता है. അവിടെ നമ്മുടെ ശരീര രക്ഷയെ പറ്റിയിട്ടാണ്. ये हमारा शरीर के उद्धार का बारे में कहता है. നമ്മൾ എബ്രായ ലേഖനം 1:14 जब हम इब्रानियों का पत्री उसकी 1 अध्याय उसकी 14 वचन जब पढ़ता है, इब्रानियों का पत्री उसके 1 अध्याय उसका 14 वचन, അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ള ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ. ദൂതന്മാരെ അവരുടെ ജോലി എന്താണെന്നറിയോ? दूतों का काम क्या है मालूम? അവരെ ചിലവർക്ക് വേണ്ടി ശുശ്രൂഷയ്ക്ക് വേണ്ടി അവർക്ക് നിയുക്തി കിട്ടിയേക്കുക. वो पवित्र लोगों की सेवकाई के लिए उनको नियुक्ति मिला. ഈ ചിലവർ ആരൊക്കെ? വിശ്വാസികളെ പറ്റിയിട്ടാ പറയുന്നത്. ये कौन है? ये लोग ये विश्वासियों के बारे में कहा है. ഇവർക്ക് ഒരു രക്ഷ ഇനി കിട്ടാൻ, ഈ രക്ഷ അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ അവകാശമായിട്ട് കിട്ടാൻ പോവാന്ന്
എന്നാണ് വാക്യം ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ. यहाँ पर ये जो बात अगर हम अंग्रेजी में पढ़ेगा तो उनको अवकाश में मिलने वाला, भविष्य में मिलने वाला उद्धार करके लिखा है. ഒരു വലിയ ഒരു ധനമുള്ള രീതിയിലുള്ള വിഷയത്തിലാണ് രക്ഷയെ പറ്റി പറഞ്ഞിരിക്കുന്നത്. यहाँ पर ये एक बहुत बड़ा धन रूप में ये उद्धार के बारे में कहा गया. അത് കിട്ടാൻ പോവാ, वो भविष्य में मिलने जा रहा है. അതാണ് നമ്മുടെ ശരീരരക്ഷ. ये है हमारा शरीर का उद्धार. ശരീരരക്ഷ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ തേജസ്സുമായിട്ടും മാനമുള്ള കാര്യമാണ് വിശ്വാസികൾക്ക് വേണ്ടിയിട്ട്. शरीर के उद्धार बोलेगा तो उस समय में हमें बहुत महिमा प्राप्त होने वाला बहुत आदरणीय बात है. അത് കർത്താവ് നമുക്ക് അതും ദാനസ്വരൂപമായിട്ട് കർത്താവ് തരുക. ये भी प्रभु हमको दान रूप में देता है. നമ്മൾ വേറൊരു വാക്യം നമ്മൾ വായിക്കുമ്പോൾ അത് എബ്രായ ലേഖനം 9:28 വാക്യത്തിൽ जब इब्रानियों का पत्र 9 अध्याय का 28 वचन में जब पढ़ता है, इब्रानियों उसका 9 अध्याय का 28 वचन, മസീവി ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രശ്നമാവും. ഇവിടെ നമ്മൾ വായിച്ചത് രക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ. यहाँ पर भी जब हम पढ़ता है कि जो प्रभु के आगमन की बाट जो होने वाला लोगों के लिए उद्धार के लिए वो आएगा. അപ്പം ചില കൂട്ടർ ഈ ഭൂമിയിലുണ്ട്, അവര് കർത്താവിന്റെ വരവിൽ അവർ രക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. दुनिया में कुछ लोग प्रभु के आगमन में उद्धार पाने के लिए प्रभु की बाट जो है. ഇല്ല, രക്ഷ കിട്ടാൻ വേണ്ടിട്ട് കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ അപ്പൊ രക്ഷിക്കപ്പെട്ടിട്ടില്ലേ അവര്? इसका मतलब क्या है कि वो उद्धार पाने के लिए मतलब इंतजार कर रहा है. इसका मतलब क्या वो उद्धार नहीं पाया क्या? ഇല്ല, ഇവര് ആത്മാവിന്റെ രക്ഷ അവർക്ക് കിട്ടി. ये लोगों को आत्मा का उद्धार मिला. ഈ ആത്മാവിന്റെ രക്ഷ കിട്ടിയവർ അവർ എന്ത് ചെയ്യുക? അവർ കർത്താവ് വേഗം വരും, നമ്മുടെ ഈ ഈ താഴ്മ ശരീരത്തിനെ മാറ്റി തേജസ്കരമായ ശരീരം ആക്കും എന്നുള്ള കാര്യത്തിൽ അവർ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുക. यहाँ पर जो आत्मा का उद्धार पाए हुए लोग अभी शरीर का उद्धार पाने के लिए रोज प्राण का उद्धार पाते हुए प्रभु के आगमन की वो बाट जो है. ഇല്ല, എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമല്ലേ? ये कितना धन्य अवस्था है. ഈ വാക്യം വായിച്ചിട്ട് ചിലവർ എന്തോ പഠിപ്പിക്കുന്ന അറിയോ? ये वचन को पढ़ने के बाद में कुछ लोग क्या सिखाता है मालूम? ഇവർ രക്ഷയ്ക്ക് വേണ്ടി രക്ഷ പ്രാപിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. അതിന്റെ അർത്ഥം നിങ്ങൾ നശിക്കപ്പെടാൻ സാധ്യതയുണ്ട്, നിങ്ങൾ നരകത്തിൽ പോകാൻ സാധ്യതയുണ്ടെന്ന് പഠിപ്പിക്കുന്ന കൂട്ടറുണ്ട്. इसको पढ़ करके कई लोग क्या बोलते हैं, ये उद्धार पाने जा रहा है परंतु नहीं हुआ तो तुम्हें नाश होने का खतरा है, ऐसा बोल करके सिखाने वाले लोग भी है. കാരണം രക്ഷയെ ശരിക്കും വിഭജിച്ചിട്ട് അറിയാത്തോണ്ടാണ് ഇങ്ങനെ കൺഫ്യൂഷൻ വരുന്നത്. प्रियो, ये बात जानना, उद्धार के बारे में आज बहुत लोगों को मालूम नहीं. इसी कारण इसमें बहुत गलत शिक्षण, बहुत झूठे बातें लोग सिखाता है. നമ്മള് ഈ ആത്മാവിന്റെ രക്ഷയെ പറ്റി അത് ഒരിക്കലും നഷ്ടപ്പെടാൻ പോകുന്നില്ലാത്ത ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. यहाँ पर एक विषय ध्यान देना, जिसका जो आत्मा का उद्धार हुआ वो व्यक्ति का आत्मा का उद्धार कभी भी नष्ट नहीं होगा. उसके लिए मैं आपको एक वचन पढ़ना चाहता हूँ. നമ്മൾ ആദ്യമായിട്ട് അതിന്റെ ആധാരമായിട്ട് റോമാലേഖനം 6:23 നമ്മൾ വായിക്കുമ്പോൾ, अगर उसके आधार के लिए आप रोमियो का पत्री 6 अध्याय का 23 वचन जब हम पढ़ता है, रोमियो 6 अध्याय का 23 वचन, പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. क्योंकि पाप की मजदूरी तो मृत्यु है, परंतु परमेश्वर का वरदान हमारे प्रभु मसीह यीशु में अनंत जीवन है. ചില ട്രാൻസ്ലേഷൻ നമ്മൾ വായിക്കുമ്പോൾ कुछ परिभाषाओं में जब हम पढ़ता है, കർത്താവിന്റെ വരം എന്ന് പറയുമ്പോൾ കർത്താവിന്റെ ഫ്രീ ഗിഫ്റ്റ് എന്നാ പറഞ്ഞേക്കുന്നത്. परमेश्वर के वरदान, इसका मतलब क्या है कि परमेश्वर मुफ्त में देने वाला अनुग्रह. ഈ ഫ്രീ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? നിത്യജീവനാണ്. ये जो वरदान क्या है मालूम है? ये अनंत जीवन है. ഈ നിത്യജീവനെ പറ്റിയിട്ട് കർത്താവ് ഒരു കാര്യം പറഞ്ഞു. इस अनंत जीवन के बारे में प्रभु ने एक बात कहा. യോഹന്നാന്റെ സുവിശേഷം 10:28. യോഹന്നാൻ का सुसमाचार उसकी 10 अध्याय का 28 वचन में, യോഹന്നാൻ 10 का 28, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. മതി. ഞാൻ അവർക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവർ ഒരിക്കലും ഒരു നാളും നശിച്ചു പോകില്ല. प्रभु यीशु मसीह कहता है, मैं उन्हें अनंत जीवन देता हूं, वो कभी नाश नहीं होगा. ഇത് വേറെ അപ്പോസ്റ്റലന്മാരോ അല്ലെങ്കിൽ വേറെ ദാസന്മാർ പറഞ്ഞ കാര്യമല്ല, യേശുക്രിസ്തു തന്നെ പറയുന്ന കാര്യമാണ്. ये बात कौन कहा? कोई प्रेरित लोगों ने नहीं कहा, दूसरे कोई भविष्यवक्ता ने नहीं कहा, ये स्वयं प्रभु यीशु मसीह ने कहा. കാരണം തർക്കിക്കാൻ ആൾക്കാർ എന്ത് പറയും? പൗലോസ് അന്ന് അവന് ശരി ബോധമില്ലായിരുന്നു, പത്രോസിന് അവനെ അറിയത്തില്ല, അതുകൊണ്ട് അവര് പറഞ്ഞതായിരിക്കും തെറ്റായിരിക്കും. ഇത് തർക്കിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയാറുണ്ട്. शायद कभी कभी वाद विवाद करने वाले लोग बोलेगा, वो पौलुस वो तो शायद नींद में होगा, पत्रोस वो अज्ञानता से होगा, ऐसे बोल करके वाद विवाद करने वाले लोग हैं. എന്നാൽ യേശു അങ്ങനെ അവസ്ഥയിലായിരുന്നു? परंतु प्रभु यीशु मसीह ऐसा कोई अज्ञान अवस्था में, नींद की अवस्था में था क्या? ദൈവത്തിന്റെ പുത്രനാണ് കേട്ടോ.
वो परमेश्वर का पुत्र है। കർത്താവ് എല്ലാ വാക്ക് പറയുന്നത് അത് സ്വർണ്ണ മുത്തുകൾ പോലെയാണത്. प्रभु ने जो भी शब्द कहा वो सोने का मतलब उस सोने के जैसा है। അത് ഒത്തിരി വിലയേറിയമായ ഒരു വചനങ്ങളാണ് അതൊക്കെ. वो बहुत मूल्यवान वचन है। ഈ കർത്താവ് പറയുവാണ് ഒരിക്കലും നശിക്കപ്പെട്ടു പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മേൽ ഉപരമായിട്ട് സംശയം വരില്ലേ? ये प्रभु ने कहा कि ये अनंत जीवन ये कभी नाश नहीं होता करके अगर प्रभु ने कहा है तो उसके ऊपर संदेह क्यों करना? അപ്പൊ ആര് നഷ്ടപ്പെടും? പിന്നെ फिर कौन नाश होगा? ഈ നിത്യജീവൻ കിട്ടാത്തവർക്ക്. जिन्होंने अनंत जीवन नहीं पाया वे, കാരണം നിത്യജീവൻ കിട്ടിയവർ നശിച്ചു പോകത്തില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. जो भी जिसको भी अनंत जीवन मिला है वो कभी नाश नहीं होगा करके प्रभु ने कहा। അതുകൊണ്ട് നമ്മൾ വചനം കേൾക്കുമ്പോൾ ആരും പറയുവാണ് രക്ഷിക്കപ്പെട്ടവൻ നശിച്ചു പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് ക്ലിയർ ആയിട്ട് പറയണം, രക്ഷിക്കപ്പെട്ടാൽ നഷ്ടപ്പെട്ടു പോകത്തില്ല, രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നഷ്ടപ്പെടും. एक व्यक्ति अगर कहता है कि उधार नष्ट होगा ऐसा कोई कहता है तो वो व्यक्ति से हम इस वचन लेकर के क्लियर कर सकता है कि अगर जिसका उधार हुआ है वो कभी नष्ट नहीं होगा, जो उधार नहीं हुआ वो नष्ट हो सकता है। ഒരു വാക്യം കൂടെ അതിന് വേണ്ടിയിട്ട് उसके लिए और एक वचन आपको पढ़ना चाहता हूँ। എബ്രായ ലേഖനം 9:12. जब इब्रानियों का पत्री उसके 9 अध्याय उसके 12 वचन, इब्रानियों का पत्री उसका 9 अध्याय का 12 वचन, എബ്രായർ 9:12. ആട്ടുകൊറ്റന്മാരുടെയും പശുക്രാകളുടെയും രക്തത്താലല്ല സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിക്കും. എന്നേക്കുമുള്ള ഒരു നിത്യ വീണ്ടെടുപ്പ് തന്നു. ഹമേശാ കാ ചുടുകാരാ പ്രാപ്തി കിയ. ഓ പ്രൈസ് ദി ലോർഡ്. അത് നമ്മൾ ചെയ്തതാണോ? നമ്മളെ എന്ത് ആട്ടുംകുട്ടിന്റെ രക്തമോ നമ്മള് പശുക്കിടാവിന്റെ രക്തം കൊടുത്തിട്ടല്ല, കർത്താവ് അവന്റെ സ്വന്തം രക്തത്താൽ ചെയ്ത കാര്യമാണ്. प्रियो इसके लिए हमने कोई बकरी का मेमने का लहू नहीं बहाया, बछड़े का लहू नहीं बहाया, ये प्रभु यीशु मसीह के अपना खुद के लहू बहा करके हमें प्रभु ने छुटकारा दिया. ഇല്ല, ആ നിത്യ രക്ഷ കിട്ടിയെന്ന് പറയുമ്പോൾ തന്നെ എത്ര വലിയ ആശ്വാസം തരുന്ന ഒരു കാര്യമാണ്. इसका मतलब अनंत काल की छुटकारा मिल गया करके जब हमें मालूम पड़ता है, सुनने में आता है तो ये कितना खुशी की बात है. ഇനി നമ്മൾ വേറെ ചില ഈ രക്ഷയെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ ഈ ആത്മാവിന്റെ രക്ഷയെ പറ്റിയിട്ടുള്ള ചില വേറെ ഒരു ആംഗിൾ നമ്മൾ ചിന്തിക്കാം. अभी आत्मा का ही उद्धार के बारे में हम एक दूसरे साइड से देखेंगे. അപ്പൊ ഞാൻ ഈ രണ്ട് ആത്മാവിന്റെ രക്ഷയും ശരീര രക്ഷയും ഒരുമിച്ച് എടുത്തെന്ന് പറയുമ്പോൾ ഇത് രണ്ടും കണക്റ്റഡ് ആയിട്ടോണ്ടാണ് ഞാൻ എടുക്കുന്നത്. ये आत्मा का उद्धार और शरीर के उद्धार ये दोनों मुक्त में प्रभु करता है, इसलिए दोनों को एकत्र लिया. എന്നാൽ ദേഹി രക്ഷ എന്ന് പറയുമ്പോൾ അതൊരു സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു വിഷയമാണ്. परंतु जो प्राण का उद्धार है वो हमें अलग करके सीखना चाहिए, इसलिए उसको अलग किया. നമ്മൾ കൊരിന്ത്യ സഭയെ പറ്റി നോക്കുമ്പോൾ जब हम कोरिन्थ मंडली के बारे में जब അവിടെ देखते നമ്മള് അതിന്റെ 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ उसका पहला कोरिन्थी उसका 3रा अध्याय में അവിടെ ഒരു പദം ഉപയോഗിച്ചിട്ടുണ്ട്. वहां पर एक वचन ऐसा बताता है, അതിന്റെ 3:15. उसका 15 वचन में पढ़ता है, पहला कोरिन्थी 3:15, ഒരുത്തന്റെ പ്രവൃത്തി വെന്തു പോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. यदि किसी का काम जल जाएगा तो वह हानि उठाएगा, पर वह आप बच जाएगा, परंतु जलते जलते. അപ്പോ ഒരു വ്യക്തിയുടെ പ്രവൃത്തി എന്ന് പറയുമ്പോൾ ഈ പ്രവൃത്തി ദേഹി രക്ഷയായിട്ട് കണക്റ്റഡ് ഉള്ള കാര്യമാണ്. यहाँ पर एक व्यक्ति का काम, इसका मतलब क्या है कि ये प्राण के उद्धार के बारे में संबंधित है. അവനോ രക്ഷപ്പെടും എന്ന് പറയുമ്പോൾ അതെന്തിന്റെ അർത്ഥം എന്താ? परंतु आखिर में कहता है कि वह उद्धार पाएगा. അവൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഭൂമിയിൽ ജീവിച്ചപ്പോൾ അവന്റെ ആത്മാവ് രക്ഷ കിട്ടിയോണ്ട് അവൻ ഒരിക്കലും നരകത്തിൽ പോകത്തില്ല. അർത്ഥത്തിലാണ് यहाँ पर जो बोलने वाला इसका अर्थ क्या है कि उसको दुनिया में रहते वक्त उन्होंने आत्मा में नया जन्म पाया था, उद्धार पाया था, इसलिए उनका आत्मा का उद्धार किसी कारण नष्ट नहीं होगा. അവൻ രക്ഷിക്കപ്പെടും, क्योंकि वो उद्धार पाएगा, അവൻ രാജ്യത്തിൽ പ്രവേശിക്കും, वो प्रभु के राज्य में प्रवेश करेगा. എന്നാൽ അവന്റെ പ്രവൃത്തി അവൻ വെന്തെറിഞ്ഞോണ്ട് അവന്റെ പ്രവൃത്തി വെന്തെറിഞ്ഞോണ്ട് അതിന് വേണ്ടിയിട്ട് പ്രതിഫലം കിട്ടത്തില്ല. उसका सारे काम जल जाने के कारण उसको उनका कामों का प्रतिफल नहीं मिलेगा. അവനും രക്ഷപ്പെടും, परंतु वो व्यक्ति की आत्मा उद्धार पाएगा. ഇല്ല, നമ്മൾ ചില പാസ്റ്റർമാർ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. कई बार कई ऐसा पास्टर लोग ऐसा बताते हुए हमने सुना है, അവർ പറയുന്നത് നിങ്ങൾ വചനത്തിനെ ശരിക്കും അനുസരിച്ചില്ലെങ്കിൽ, കർത്താവിന്റെ കാര്യങ്ങൾ ശരിക്കും മനസ്സിലായില്ലെങ്കിൽ, കള്ളം പറഞ്ഞാൽ, ഇങ്ങനെ സ്വന്തം ഇഷ്ടത്തിൽ ജീവിച്ചാൽ നിങ്ങളുടെ രക്ഷ നഷ്ടപ്പെട്ടു പോകും, നിങ്ങൾ നരകത്തിൽ പോകും. कुछ लोग ऐसा कहता है कि अगर तुम मतलब पवित्र जीवन नहीं बिताएगा तो तुम अच्छा काम नहीं करेगा तो तुम आखिर में नरक जाएगा. അവർ മറ്റേ പേടിപ്പിക്കാൻ
ചെയ്യാനുള്ള വലിയ തന്ത്രങ്ങൾ എന്താ? നിങ്ങൾ സഭയിൽ വരുന്നില്ലെങ്കിൽ, സഭയിൽ ദശാംശം കൊടുക്കുന്നില്ലെങ്കിൽ, ദൈവദാസന്മാരെ നിങ്ങൾ യോഗ്യ രീതിയിൽ നിങ്ങൾ സേവ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകും. अगर तुम लोग अगर मंडली में अगर नहीं आते हो, अगर तुम दशवांश नहीं देते हो, तुम बराबर प्रभु की मंडली में नहीं आते हो, तुम नरक जाएगा. എന്നിട്ട് ചില വേറൊരു കൂട്ടരുണ്ട്, നിങ്ങൾക്ക് ആത്മാ അഭിഷേകം കിട്ടിയിട്ടില്ലെങ്കിൽ, ആത്മാവിനെ നിറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകും. कुछ ऐसे भी लोग हैं कि तुम अगर आत्मा के अभिषेक नहीं पाया, आत्मा की भरपूरी नहीं पाया, तो नरक जाएगा. ഇല്ല, ഇതൊക്കെ പഠിപ്പിച്ച് ജനങ്ങളെ പേടിപ്പിക്കാനല്ലാതെ വേറെ ഒരു കാര്യം ചെയ്യുന്നില്ല. ये सब बता करके वास्तव में क्या करता है? लोगों को डराता है, डरा करके फंसाता है. അപ്പൊ ആ പാസ്റ്റർമാർക്ക് തന്നെ രക്ഷയുടെ ഉറപ്പില്ലാത്തോണ്ടല്ലേ അവരങ്ങനെ പറയുന്നത്. इसका मतलब जो भी ऐसे बोलने वाला प्रभु का दास है, कोई भी हो, पास्टर हो, कोई भी हो, वो उसको खुद उसको उद्धार के बारे में पक्का निर्णय नहीं. എന്നാൽ ഇപ്പൊ നമ്മൾ വായിച്ച വാക്യത്തിൽ, परंतु अभी हमने जो पढ़ा हुआ वचनों में, 1 കൊരിന്ത്യർ 3 അധ്യായത്തിൽ, जब पहला कुरिन्थी 3 अध्याय का 15 वचन में, നമ്മൾ അവിടെ കർത്താവ് വിശുദ്ധന്മാരെ ന്യായം വിധിക്കും. यहाँ पर हमको मालूम है हर एक उद्धार पाए हुआ पवित्र लोगों को प्रभु यीशु मसीह न्याय करेगा. ഈ വിശ്വാസികളെ, വിശുദ്ധന്മാരെ ന്യായം വിധിച്ച് കഴിയുമ്പോൾ അവരുടെ പ്രവൃത്തി അനുസരിച്ചാണ് ദൈവ രാജ്യത്തിൽ അവർക്ക് മാനം കിട്ടാൻ പോകുന്നത്. इसका मतलब ये जो पवित्र लोगों ने दुनिया में रहते वक्त, स्वर्ग में रहते वक्त प्रभु के लिए किया हुआ कामों के अनुसार भविष्य में उनको स्थान, मान और प्रतिफल मिलने वाला है. എന്നാൽ ഒട്ടും അവരുടെ പ്രവൃത്തി ഒട്ടും ഒന്നും ഇല്ലെങ്കിൽ അവരുടെ അവസ്ഥ എന്താ? परंतु उद्धार पाने के बाद में कुछ लोग हैं कुछ भी नहीं किया, तब उनकी अवस्था क्या होगा? ശൂന്യമുള്ളവർ അവര്. उन लोगों को प्रतिफल कुछ भी नहीं, उनको जीरो प्रतिफल है, അവരുടെ പ്രവൃത്തി ഒന്നുമില്ല. उनको कुछ भी काम नहीं. അതുകൊണ്ട് കർത്താവ് പ്രതിഫലം കൊടുക്കാൻ ഒന്നുമില്ല. इसलिए उनके कामों का प्रतिफल देने के लिए प्रभु उनके लिए कुछ भी, मतलब प्रभु के सामने कुछ भी नहीं. അവർക്ക് നരകത്തിൽ ഇടുവാണോ? क्या इसका मतलब उनको नरक में डालेगा? അവിടെ വാക്യം എന്ത് എഴുതിക്കുന്നത്? वहां पर वचन क्या लिखा? അവനോ രക്ഷപ്പെടും, परंतु वो व्यक्ति उद्धार पाएगा, എന്നാൽ തീയുടെ ശോധനയിൽ കൂടെ. परंतु आग की परख के द्वारा. ആ തീ അവന്റെ പ്രവൃത്തിനെല്ലാം ആ പ്രവൃത്തി ശൂന്യമായാലും പ്രിയപ്പെട്ടവരെ ആ വ്യക്തി നരകത്തിൽ പോകത്തില്ല. प्रियो, उनका पूरा काम परखने के बाद में वो जल जाए तो भी वो व्यक्ति नरक में नहीं जाएगा. എന്നാൽ രാജ്യത്തിൽ പ്രവേശിച്ചാലും അവൻ ലജ്ജയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും പ്രവേശിക്കുന്നത്. परंतु वो राज्य में प्रवेश करेगा लेकिन वो लज्जित रहेगा. ചിലവരെന്താ പറയുന്നത്? कई लोग क्या बोलते हैं? ഞാൻ എന്തായാലും സ്വർഗത്തിൽ പോകുള്ളൂ, അപ്പം കുഴപ്പമില്ലല്ലോ. कई लोग बोलता है कि मेरा उद्धार हो गया है, मैं स्वर्ग जाएगा, इसलिए कोई बात नहीं. അത് സ്വർഗത്തിൽ കയറും, वो स्वर्ग में जाएगा, എന്നാൽ ലജ്ജയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും കയറുന്നത്. परंतु हमेशा वो लज्जित होगा. എന്നാൽ ആ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കിയത്, उसमें से मैंने जो सीखा, ഈ ലജ്ജയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ये जो लज्जित अवस्था का मतलब അത് നരകത്തിൽ പോകുന്നേക്കാളും മോശമുള്ള അവസ്ഥയാണെന്ന് ഞാൻ ചിന്തിക്കുന്നത്. है, वो नरक में जाने से बढ़ करके एक दुखदायक अवस्था है करके मैं विश्वास करता हूं. അതിനേക്കാളും നല്ല ആള് നരകത്തിൽ പോകുന്നതായിരുന്നു. उससे भी बेहतर वो नरक में जाना था. അയ്യോ, എത്ര ഭയങ്കരമായ ഒരു അവസ്ഥയാണ്. वो कितना भयंकर अवस्था है. അപ്പൊ കാരണം വിശ്വാസികൾ കർത്താവിന്റെ മാനത്തിന് വേണ്ടിയിട്ടുള്ള പാത്രമാണ്. क्योंकि विश्वासी जन परमेश्वर की आदर के लिए बनाया हुआ है. നരകം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കോപത്തിന്റെ പാത്രമാണ്. नरक जो है वो परमेश्वर का क्रोध की जगह है. അപ്പൊ ആദരപാത്രമുണ്ട്, ക്രോധപാത്രം, അതിന്റെ ഇടയ്ക്കാണ് ലജ്ജാപാത്രം. हमारा आदर का पात्र भी है, लज्जा का, हमारा क्रोध की पात्र भी है, उसके बीच में लज्जा का पात्र. അയ്യോ, ലജ്ജാപാത്രം എന്ന് പറഞ്ഞാൽ ഇവിടെയും പോകാൻ പറ്റത്തില്ല, അവിടെയും പോകാൻ പറ്റില്ല. അയ്യോ, അതിനെക്കളി വലിയ ലജ്ജ ഒന്നുമില്ല. इसका मतलब वो स्वर्ग का भी बात नहीं, नरक का भी बात नहीं, इसका बीच की बात ये कितना लज्जित बात है. ഇല്ലേ? നമ്മൾ ഈ ആത്മാവിന്റെ രക്ഷയുടെ കൃത്യതയെ പറ്റിയിട്ട് ഒരു വാക്യം കൂടെ കൊരിന്ത്യർ ലേഖനത്തിൽ തന്നെ ഉണ്ട്. आत्मा के उद्धार का बारे में कुरिन्थ मंडली को लिखा हुआ पत्र में भी और भी एक बात है. ഈ വാക്യം വായിച്ചു കഴിഞ്ഞാൽ തർക്കം വരുത്തേയില്ല. ये शब्द पढ़ने के बाद में कभी भी आपको शंका नहीं आएगा, आप तर्क नहीं करेगा. എന്നിട്ടും തർക്കം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് വേറെ കാര്യം. बताने के बाद में, समझने के बाद में भी तर्क करने वाले लोग हैं. അത് പെട്ടെന്ന് സമയമില്ലാത്തതുകൊണ്ട് 1 കൊരിന്ത്യർ 5:5 जब पहला कुरिन्थी 5 का 5 हम पढ़ेंगे. पहला कुरिन्थी 5 का 5. ആത്മാവ് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസപകാരത്തിനായി സാത്താൻ ഏൽപ്പിക്കണമെന്ന് വിധിച്ചിരിക്കുന്നു. शरीर के विनाश के लिए शैतान को सौंपा जाए ताकि उसकी आत्मा प्रभु यीशु के दिन में उद्धार पाए. ഇല്ലേ, ഇവിടെ കൊരിന്ത്യർ സഭയിൽ ഒരു വ്യക്തി ഏറ്റവും വലിയ അശ്ലീല പാപം ചെയ്തു. यहाँ पर हम देखते हैं कि कुरिन्थ मंडली का एक विश्वासी जन बहुत बड़ा एक घृणित बुरे काम किया. ഈ പാപം ഇന്ന് ചെയ്തു കഴിഞ്ഞാൽ പാസ്റ്റർ പെട്ടെന്ന് ആളെ നോക്കി നീ സഭയെ പുറത്തു പോടാ, നീ നരകത്തിൽ പോവുള്ളൂ എന്ന് പറഞ്ഞ ഉള്ള ശാപം എല്ലാം കൊടുക്കും. ये पाप अगर आज मंडली में कोई करेगा तो उसको मंडली को बाहर जाने के लिए कहेगा, ऐसा नहीं तुम नरक जाएगा बोल करके श्राप देगा. അത് ഒരർത്ഥത്തിൽ ചെയ്ത് ശരിയാണ്. एक प्रकार बोलने
बोलेगा तो एक सीमा तक वो सही है, കാരണം ആ ചെയ്ത പാപം അത്രയും ഗുണമായുള്ള പാപമാണ്. क्योंकि उसने जो किया हुआ जो बुराई जो है वो इतना प्रभु की दृष्टि में घृणित है. അപ്പം കൊരിന്ത്യ സഭയോട് പൗലോസ് പറയുന്ന ആള് പുറത്താക്കാനാ പറയുന്നത്. यहाँ पर हम देखते हैं कि प्रभु का दास पौलुस कहता है कि इस प्रकार के बुरे काम किया व्यक्ति को मंडली से बाहर करो. എന്തിനാ? അവൻ ഈ ഭൂമിയിൽ ഇപ്പം ജീവിക്കുമ്പോൾ പിശാച് എന്ത് ചെയ്യുന്ന അറിയോ? കാരണം സഭയിൽ പുറത്തു പോയി കഴിഞ്ഞാൽ സഭ നമുക്കൊരു സുരക്ഷ സ്ഥാനമാണ്. आपको मालूम है कि वो व्यक्ति को अगर बाहर फेंकेगा तो शैतान उसको सताएगा, लेकिन मंडली जो है हर एक व्यक्ति के लिए एक सुरक्षित स्थान है. ഈ സഭയിൽ പിശാച് വന്നിട്ട് നമ്മുടെ ജഡത്തിന്റെ നാശത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. इस मंडली में आकर के शरीर के नाश के लिए शैतान काम नहीं कर सकता. അവൻ ആ വ്യക്തി സഭയുടെ പുറത്ത് പോയാലേ അവന് ദേഹത്തിന്റെ ആ നാശം കൊണ്ടുവരാൻ പറ്റുള്ളൂ. जब वो मंडली से वो व्यक्ति बाहर जाएगा तब शैतान उनको शरीर को सताएगा. ഇന്ന് ജനങ്ങൾ എത്ര വഞ്ചയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ വേറെ പുറത്ത് പോയിട്ട് നമ്മൾ സ്വന്തം സഭ ഉണ്ടാക്കും, ഇത് ചെയ്യും, അങ്ങനെ ചെയ്യുന്നു പറയുന്ന അത് ഏറ്റവും വലിയ ദോഷമുള്ള കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ. प्रियो, कई लोग क्या सोचते हैं मंडली से मैं बाहर जा करके मैं प्रभु के लिए एक मंडली बनाऊंगा, मैं ऐसे काम करूंगा. प्रियो, ये बात वो व्यक्ति सबसे बड़ा धोखा खा रहा है. അപ്പൊ ഇവിടെ ആ വ്യക്തിനെ സഭയെ പുറത്താക്കി वो व्यक्ति को मंडली से बाहर किया. അപ്പൊ അവൻ മരിക്കുന്നവരെ അല്ലെങ്കിൽ അവൻ മരിക്കുന്നവരെ പിശാച് എന്ത് ചെയ്യും? അവന്റെ ശരീരത്തിനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. उस व्यक्ति का मृत्यु तक उसका शरीर को शैतान ताड़ना देते रहेगा. എന്നാൽ കർത്താവിന്റെ വിശുദ്ധന്മാരുടെ ന്യായവിധി ദിവസം परंतु जब पवित्र लोगों का न्याय के दिन में അവിടെ എന്തോ വചനം എഴുതിയിരിക്കുന്നത്? वहां पर वचन क्या लिखा? അവന്റെ ആത്മാവ് രക്ഷിക്കപ്പെട്ടിട്ടായോണ്ട് उसका आत्मा उद्धार पाया, इसलिए അവൻ നരകത്തിൽ പോകത്തില്ല. वो नरक में नहीं जाएगा. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ വാക്യം എത്ര ആശ്വാസമുള്ള കാര്യമാണെന്നറിയോ? इसका मतलब ये वचन हमें कितना सांत्वना देता है. ഇല്ലേ, നമ്മള് കർത്താവ് നമ്മൾ ആത്മാവിന്റെ രക്ഷ കിട്ടിയവർക്ക് ഒരിക്കലും നഷ്ടപ്പെടുന്ന അവസ്ഥയല്ല അവർക്ക്. प्रियो, एक व्यक्ति का आत्मा का उद्धार हुआ है तो किसी कारण भी वो व्यक्ति का आत्मा का उद्धार नष्ट नहीं होगा. അവന്റെ കർത്താവിന്റെ വരവിൽ അവൻ രാജ്യത്തിൽ പ്രവേശിക്കും, എന്നാൽ അവൻ ലജ്ജിതരായിരിക്കും. परंतु वो प्रभु के राज्य में जरूर प्रवेश करेगा, लेकिन उसकी अवस्था क्या रहेगा? एक लज्जा का अवस्था है. അതുകൊണ്ട് നമ്മുടെ ആത്മാവിന്റെ രക്ഷയും നമ്മുടെ ശരീരത്തിന്റെ രക്ഷയെ പറ്റി നമുക്ക് ശരിക്കും അറിയണം. इसका मतलब क्या है कि हमारा आत्मा का उद्धार और शरीर के उद्धार के बारे में हमें सही रीति में जानना चाहिए. പൗലോസ് അവർ കൃത്യമായിട്ട് വിശ്വസിച്ചത് അവരുടെ സമയത്ത് കർത്താവ് വരികയും അവർക്ക് ശരീരരക്ഷ കിട്ടും എന്നായിരുന്നു അവർ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. आपको मालूम है प्रेषित पौलुस भी अपना जीवन में ये सोचता था कि हमारा जीते जीते प्रभु आएगा और हमारा छुटकारा हो जाएगा. അത് റോമാ ലേഖനം 13:11 പറയുന്നുണ്ട്. जब रोमियों का पत्री उसका 13 अध्याय का 11 वचन में हम पढ़ता है, 13 अध्याय का 11 वचन, ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയാൻ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. രക്ഷ അടുത്തിരിക്കുന്നു എന്നാ പറയുന്നത്. यहाँ पर हम देखते हैं कि हमारा उद्धार निकट है. അല്ലേ? അപ്പൊ റോമസഭയിലോട്ട് അത് എഴുതുന്നത്. ये रोमी मंडली के लिए पत्र लिख रहा है. റോമസഭ ഓൾറെഡി രക്ഷിക്കപ്പെട്ടവരാണ്. ये रोमी का मंडली उद्धार पाए हुए लोग हैं. അപ്പൊ അവർക്ക് ഇങ്ങനെ രക്ഷ ഇനി അടുത്ത് വരുന്നത് अभी उनको कैसे उद्धार निकट आएगा? അതെങ്ങനെ അത് നടന്നു വരുന്ന കാര്യമാണോ? ये क्या चलकर आने वाला बात है क्या? അത് കർത്താവിന്റെ വരവിനെ പറ്റിയിട്ടാണ്. ये प्रभु के आगमन के बारे में. അവർക്ക് ശരീരരക്ഷ കിട്ടാൻ വേണ്ടി സമയം അത്ര അടുത്തിരിക്കുന്നു എന്നുള്ള പ്രത്യാശയിലാണ് അവർ ജീവിക്കുന്നത്. बोलने का अर्थ उनका शरीर का उद्धार इतना निकटता में करके समझ करके वो लोग जीवन बिताता है. ഇല്ലേ? അപ്പം ആത്മാവിന്റെ രക്ഷയെ പറ്റിയും ശരീരരക്ഷയെ പറ്റിയിട്ട് നമ്മൾ ക്ലിയർ ആയിട്ട് പ്രത്യേകം വേറെ വചനങ്ങൾ എടുത്ത് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റി. ഒരു ആത്മാവിന്റെ രക്ഷയുമുണ്ട്, ഒരു ശരീരരക്ഷയുമുണ്ട്. इसका मतलब हम यहाँ पर इन वचनों के द्वारा हमने क्या देखा? एक आत्मा का उद्धार भी है और एक शरीर का उद्धार भी है. आत्मा का उद्धार हो गया और शरीर का उद्धार भविष्य में होगा. ഇനി ഏറ്റവും വലിയ തർക്കമുള്ള വിഷയമാണ് ദേഹിരക്ഷ. अभी सबसे अधिक वाद विवाद चलने वाला एक विषय है प्राण की उद्धार. നമ്മുടെ ദേവദാസൻ ഈ പ്രാണന രക്ഷയെ പറ്റി തുടക്കത്തിൽ വായിച്ച ചില വാക്യങ്ങൾ മാത്രം ജസ്റ്റ് വേണമെങ്കിൽ റെഫറൻസ് വേണമെങ്കിൽ എഴുതിക്കോ. ആ വാക്യങ്ങൾ നമ്മൾ ആ തുടക്കത്തിൽ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ കൺഫ്യൂഷൻ ഉള്ള വാക്യങ്ങൾ ഞാൻ പറയാം. तो इस वचन को हमने पहले भी ये बात को हमने ध्यान किया था, तो भी आपको लिखना है तो लिख दो. वो देखने के बाद में फिर आपको बताएंगे. എന്നിട്ട് കാരണം ഈ ദിവസങ്ങളുള്ള ക്ലാസ് നിങ്ങൾ കാണുവാണെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടമായിട്ട് സ്പഷ്ടമായിട്ട് ലളിതമായിട്ട് ഓരോരോ വാക്യങ്ങളെ ദേഹിരക്ഷനെ പറ്റി എക്സ്പ്ലനേഷൻ ദേവദാസൻ തരുന്നുണ്ട്. एक एक मतलब अपना प्राण के उद्धार के बारे में एक एक शब्दों को बहुत विस्तार से आपको प्रकाश ने दिया. നമ്മള് യാക്കോബ് 1:21 വായിക്കുമ്പോൾ जब याकूब का पत्र 1 अध्याय का 21 वचन में जब आप पढ़ता है, യാക്കോബ് 1:21 याकूब 1 अध्याय का 21 वचन, ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ, ഇവിടെ ആത്മാക്കൾ എന്നുള്ള പ്രാണനെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉള്ളതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവീൻ.
इसलिए सारी मलिनता और बैर भाव की बढ़ती को दूर करके उस वचन को नम्रता से ग्रहण कर लो जो हृदय में बोया गया और जो तुम्हारे प्राणों का उद्धार कर सकता है. ഞാൻ അതുകൊണ്ടാണ് നേരത്തെ തുടക്കത്തിൽ തന്നെ കുറെ പ്രാവശ്യം ഞാൻ പറഞ്ഞു ആ പഴയ ക്ലാസ്സുകൾ നിങ്ങൾ കാണണം. കാരണം അവിടെ മലയാളത്തിലുള്ള ചില തെറ്റായ വാക്യങ്ങളെ തിരുത്തിയിട്ട് ദാസൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. यहाँ पर हमने मैं पहले आपको बताया कि ये वचन जो शुरुआत में हमने प्राण के उद्धार का बारे में जब क्लास लिया था उस समय में जब मलयालम में आत्मा लिखा पर तो आत्मा नहीं वो प्राण है, परंतु हिंदी और मराठी में बराबर प्राण आया तो उस प्राण का उद्धार का बारे में यहाँ पर लिखा हुआ है. അപ്പൊ ഇവിടെ ദേഹി രക്ഷയെ പറ്റിയിട്ടാണ് यहाँ पर प्राण के उद्धार के बारे में എക്സ്പ്ലനേഷൻ എല്ലാം പഴയ വീഡിയോയിൽ കാണും. यहाँ पर उसका पूरा विवरण आपको पुराना हमारे इसमें क्लास में देख सकता है. 1 പത്രോസ് 2:1-2. अभी हम पहला पत्रोस उसका दूसरा अध्याय का 1-2 वचन हम पढ़ेंगे. आगयाल സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ वचनम एന്ന ഭയമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. രക്ഷയ്ക്ക് വേണ്ടി വളരുവാൻ. इसका मतलब यहाँ पर भी हम देखते हैं कि हम उद्धार में बढ़ते जाने के लिए ഇതെല്ലാം പിന്നെ ഒരു വാക്യം കൂടെ 1 പത്രോസ് 1:9-10. और एक वचन पहला पत्रोस पहला अध्याय का 9 और 10 वचन നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ പ്രാണരക്ഷ ദേഹിരക്ഷ പ്രാപിക്കുകയും പറഞ്ഞതിനകത്തും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. പഴയ നിയമത്തിൽ തൊട്ട് തന്നെ ഈ ദേഹി രക്ഷയും എന്താ, ശരീരരക്ഷയും എന്താ, ആത്മാന രക്ഷ എന്താ, ഇവരെല്ലാം ഭയങ്കര ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. എന്നാൽ അവർക്ക് അത് വെളിപ്പെട്ടിട്ടില്ല. ഇന്ന് സഭയ്ക്ക് അത് വെളിപ്പെട്ടിട്ടുണ്ട്. पुराना नियम के समय में ही प्रभु का जनों ने इस उद्धार के बारे में, आत्मा का उद्धार, अपने शरीर के उद्धार, प्राण के उद्धार के बारे में वो प्रभु के साथ उन्होंने आत्मा में पूछते रहा, लेकिन उन दिनों में उनको प्रकट नहीं हुआ. इस समय में प्रभु ने हमें वो बात को प्रकट करके दिया. ഇനി നമ്മൾ ഒരു ഇച്ചിരി വ്യത്യസ്ത വാക്യങ്ങൾ നമ്മൾ വായിക്കാൻ പോവാണ്. अभी थोड़ा अलग कुछ शब्दों को हम पढ़ने जा रहे हैं. അത് ദേഹി രക്ഷ കണക്ഷൻ ഉണ്ട്. ये अपना प्राण के उद्धार के संबंध में हमारा जोड़ा हुआ है. 2 തിമോത്തി 3:15. दूसरा तिमोथी उसका तीसरा अध्याय का 15 वचन. दूसरा तिमोथी उसका तीसरा अध्याय उसका 15 वचन. അതുകൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചിരിക്കുന്നു നിലനിൽക്കുക. അവിടെ പറയുന്നത് ചെറുപ്രായത്തിൽ തന്നെ നീ വചനം വായിക്കുകയും രക്ഷയ്ക്ക് വേണ്ടി നിന്റെ ജ്ഞാനം. उसका 14 वचन മലയാളം നീയോ ഇന്നവരോട് പഠിച്ചു എന്നും ഓർക്കുകയും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെടുത്ത്. രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെടുത്ത്. അപ്പൊ വചനം വായിച്ച് ഇത് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ആത്മക ഉദ്ധാർ പാനെ के बाद की बात है. ആത്മാവിനെ രക്ഷ കഴിഞ്ഞിട്ട് ഉടനെ എന്ത് ചെയ്യണ്ടേ? ആത്മക ഉദ്ധാർ പാനെ के बाद फिर हमें क्या करना चाहिए? വചനത്തിന്റെ സന്നിധിയിൽ നമ്മൾ കീഴ്പ്പെടണം. हम प्रभु के वचन के अधीन बनना. ഈ വചനത്തിന്റെ നമ്മൾ അതിൽ കീഴ്പ്പെടുമ്പോൾ इस वचन के जब अधीन करते हैं നമ്മൾ രക്ഷയ്ക്ക് വേണ്ടി ജ്ഞാനം പ്രാപിക്കും. इस उद्धार के लिए हम ज्ञान पाएंगे. ഏത് രക്ഷയാ? ये कौन सा उद्धार है? പ്രാണന്റെ രക്ഷ, ദേഹി രക്ഷയെ പറ്റിയ. ये अपने देही या प्राण के उद्धार के बारे में. അത് തിമോത്തി ചെറുപ്രായത്തിൽ തൊട്ടേ ചെയ്തു. ये तिमोथियुस ने ये अपने जवानी में ही करते आया. അതിന്റെ അർത്ഥം എത്ര ചെറുപ്രായത്തിലായിരിക്കും അവൻ രക്ഷിക്കപ്പെട്ടത്? इसका मतलब वो कितना छोटा उम्र में या जवानी में वो उद्धार पाया होगा. പൗലോസ് തിമോത്തിയെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം അവന്റെ വിശ്വാസം കാണുമ്പോൾ അത്രയും തീവ്രതയോടെ പ്രവർത്തിക്കുന്ന ഒരു ദാസനായിരുന്നു തിമോത്തി. क्योंकि जब पौलुस तिमोथियुस को मिला तो वो इतना जवान था तो भी वो बहुत उत्साही थे. അപ്പൊ ആ അവസ്ഥയിൽ നിന്നാണ് പൗലോസ് പറയുന്നത് നീ വചനം വായിച്ചോണ്ടിരിക്കുവല്ലേ, കാരണം അതെന്താ, അതിന്റെ രക്ഷയ്ക്ക് വേണ്ടി നിന്റെ ബുദ്ധി തരും. उनका उस अवस्था को देख करके पौलुस कहता है कि तुम वचन सीखता है ना, ये वचन तुम्हें उद्धार देगा. അല്ലേ? എന്നിട്ട് നമ്മൾ അതേ വേറെ അർത്ഥം നമ്മൾ നോക്കാം. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ उसी बात को उसी अर्थ में हम इब्रानियों का पत्री 10वां अध्याय में അതിന്റെ 38-39 വായിക്കുമ്പോൾ उसका इब्रानियों का पत्री उसका 10 अध्याय का 38-39 वचन को जब हम पढ़ता है 38-39 അവിടെ മലയാളത്തിൽ ചിലപ്പോൾ ആത്മാവായിരിക്കാം. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്ന കൂട്ടത്തിൽ അല്ല, विश्वसिച്ച് ജീവരക്ഷ പ്രാപിക്കുന്ന കൂട്ടത്തിലെ അത് വരാതെ. पढ़ेंगे 10 का 38-39. पर मेरा धर्मी जन विश्वास से जीवित रहेगा, और यदि वह पीछे हट जाए तो मेरा मन उससे प्रसन्न न होगा. पर हम हटने वाले नहीं कि नाश हो जाए, पर विश्वास करने वाले हैं कि प्राणों को बचाए. അല്ലേ? ഇവിടെ ഈ വാക്യം വായിച്ചൊരു സംശയം വരും, ഞാൻ പുറകെ പോയാൽ ഞാൻ നശിക്ക് പോകുന്നതാണോ? यहाँ पर हम ये वचनों को पढ़ने के बाद में शायद हमें संदेह आ सकता है कि मेरे जीवन में
अगर मैं पीछे जाए क्या हमें नाश हो जाएंगे? ഇത് അവർക്ക് ആ രക്ഷിക്കപ്പെട്ട വിശ്വാസികൾക്ക് വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തല്ല പറഞ്ഞിരിക്കുന്നത്. ये उद्धार पाए हुआ लोगों के लिए लिखा हुआ बात नहीं. അവിടെ എബ്രായ സമയത്ത് ഈ ലേഖനം എഴുതുമ്പോൾ इस पत्र को लिखने के समय में അവിടെ സഭയിലെ ചില യഹൂദന്മാർ വരുമായിരുന്നു. उस मंडली में कुछ यहूदी लोग आते थे. അവരെന്ത് ചെയ്യും? वे लोग क्या करते थे? യേശു ഒരു യഹൂദനായോണ്ട് യേശുവിന്റെ വചനം കേൾക്കാൻ അവർ വരും. वो यीशु एक यहूदी था, इसलिए उनके वचन को सुनने के लिए आते थे. അപ്പൊ സഭയില് യേശുവിന്റെ നാമത്തിൽ അവർ രക്ഷയുടെ സുവിശേഷം പറയുമ്പോൾ ഈ യേശു നാസറിയല്ല, അവനൊരു യഹൂദനല്ലേ, ശരി എന്താ നമ്മൾ കേൾക്കാൻ പോവാന്ന് പറഞ്ഞ് യഹൂദികൾ വരുമായിരുന്നു. इस मंडली में या सिनागोग में जब वो प्रचार होते थे तो वो यहूदी लोग भी आते थे, क्योंकि वो एक यहूदी था, इस रीति में आते थे. അപ്പൊ അവിടെ വചനം പറയുമ്പോൾ കർത്താവിന്റെ രക്ഷയെ പറ്റി, കർത്താവ് യേശുക്രിസ്തുവിന്റെ രക്തത്തെ പറ്റി, ആത്മാവിനെ പറ്റി, വചനത്തെ പറ്റി അവരെല്ലാം കേൾക്കുമായിരുന്നു. और जब हम वहाँ पर उन लोग उद्धार के बारे में जब क्लास देते थे तो आत्मा का उद्धार का बारे में, प्राण का उद्धार का बारे में, शरीर का उद्धार का बारे में, ये सब उन लोग भी सुनते थे. അതല്ലാതെ കർത്താവിന്റെ രക്തത്തെ പറ്റിയും ആത്മാവിന് അനുസരണിക്കപ്പെടുന്ന ഇതെല്ലാം കാര്യങ്ങൾ പഠിപ്പിക്കുമായിരുന്നു. प्रभु यीशु मसीह के लोगों की मौत और प्रभु यीशु मसीह के आगमन के बाद ये सब वो लोग बताते थे. അപ്പൊ അത് കേട്ട് കഴിഞ്ഞിട്ട് അവരെന്ത് പറയും? ये सब सुनने के बाद वो लोग क्या बोलते थे? ഇതിനെക്കാളും നല്ല മോശയുടെ വചനമാണ്. ये बात से बढ़कर के मूसा का वचन अच्छा है. അത് അവർക്ക് വേണ്ടിയിട്ടായിരുന്നു 10-ാം അധ്യായത്തിൽ उनके लिए उस 10 अध्याय में അതിന്റെ 29-ാം വാക്യത്തിൽ പറയുന്നത്, उसका 29 वचन में लिखा है, ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശദീകരിച്ച നിയമരക്തത്തെ മലിനം എന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിപ്പിൻ. तो सोच लो कि वह कितने और भी भारी दंड के योग्य ठहरेगा, जिसने परमेश्वर के पुत्र को पावों से रोंदा और वाचा के लहू को, जिसके द्वारा वह पवित्र ठहराया गया था, अपवित्र जाना है. അപ്പൊ ഇവരൊക്കെ ആരെന്നറിയോ? ഇവർ രക്ഷയെ പറ്റി കേട്ടവരാ. इसका मतलब क्या है कि ये लोग कौन था? ये लोग उद्धार के बारे में सुना था. എന്നാൽ രക്ഷ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അവരെന്ത് ചെയ്തു? परंतु उन्होंने कहा है कि उद्धार नहीं चाहिए, तब उन्होंने क्या किया? അവർ മനുഷ്യപുത്രനെ അവർ ചവിട്ടി. उन लोगों ने प्रभु का परमेश्वर का पुत्र को उन्होंने पाव तले रोंदा. അവര് രക്തം വിശുദ്ധമാക്കുന്ന വിഷയത്തിൽ അവർ അതിനെ മാനിച്ചില്ല. और जब प्रभु यीशु के लहू हमें शुद्ध करेगा, वो बात को उन्होंने स्वीकार नहीं, आदर नहीं किया. അനുഗ്രഹത്തിന്റെ ആത്മാവിൽ അവരെ നിന്ദിച്ചു. और उस आशीष का आत्मा को उन्होंने निंदित किया. ഇല്ലേ? അതാണ് ഇവിടെ 10-ാം അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങൾ. वो है ये 10वां अध्याय में बताने वाली बात. അപ്പൊ അവർ രക്ഷിക്കപ്പെട്ടിട്ടേ ഇല്ല. इसका मतलब क्या है कि वो लोगों ने उद्धार ही नहीं पाया. അതുകൊണ്ട് അവർ മുമ്പോട്ട് വന്നിട്ട് അവർ പിമ്പോട്ട് പോയി. परंतु वो लोगों ने सुनने के लिए आया था, लेकिन वो लोग पीछे गया. അവരോടാണ് പറയുന്നത് 38-ാം വാക്യത്തിൽ, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. उनको ये वचन कहता है 38 वचन में लिखा है कि मेरा धर्मी जन विश्वास से जीवित रहेगा. അപ്പൊ നമ്മൾ നീതിമാൻ എപ്പോഴാ ആകുന്നത്? वो धर्मी कब बनेगा? രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട്. उद्धार पाने के बाद. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ വിശ്വാസത്താൽ കർത്താവിനെ നോക്കി ജീവിക്കുക. क्योंकि उद्धार पाया हुआ एक व्यक्ति हमेशा प्रभु की ओर देख करके जीवन बिताता है. എന്നാൽ അവൻ നീതിക്ക് വേണ്ടി മുമ്പോട്ട് വരുന്നില്ല. परंतु वो धार्मिकता के लिए आगे नहीं आता. അവൻ പുറമോട്ട് പോയി. वो पीछे गया. പുറമോട്ട് പോയപ്പോ കർത്താവ് പറയുക, എന്റെ മനസ്സ് ഒത്തിരി വിഷമിച്ചു. उस समय में वो पीछे जाने के कारण प्रभु कहता है, मेरा मन में उनके प्रति बहुत दुख हुआ. അവരോട് 39-ാം പറയുക, उनको 39 वचन में कहता है, അവർ പുറമോട്ട് പോയ അവർ നാശത്തിലേക്കാ പോകുന്നത്. वो पीछे जब जाता है तो वो नाश के लिए जाता है. എന്നാൽ നമ്മളോ, परंतु हम लोग, അവിടെ എന്താ പറയുന്നത്? എന്നാൽ വിശ്വസിക്കുന്ന നമുക്ക്, परंतु जो विश्वास किया हुआ हम लोग, അതായത് കർത്താവ് വരുന്നവരെ അല്ലെങ്കിൽ ഞാൻ മരിക്കുന്നവരെ ഈ വിശ്വാസത്തെ ഞാൻ പിടിച്ചോണ്ടിരുന്നാൽ, प्रभु के आगमन तक इस विश्वास को मैं अगर थामा रहेगा तो ഞാൻ എന്ത് പറ്റുക? ഞാൻ എന്റെ ജീവനെ രക്ഷിക്കുക, ഞാൻ എന്റെ പ്രാണനെ ഞാൻ രക്ഷിക്കുക. मैं मेरा जीवन का हमारा उद्धार पाते हैं, मेरा प्राण का उद्धार पाते हैं. അപ്പൊ ഞാൻ എന്റെ ആത്മാവിനെ രക്ഷിച്ചു, കർത്താവ് വരുവോളം ഞാൻ എന്റെ ദേഹിനെയും രക്ഷിച്ചു. मैं मेरा आत्मा का उद्धार पाया, साथ ही साथ प्रभु के आगमन तक मैंने मेरा प्राण का भी उद्धार पाते रहता. നമ്മൾ ആ വചനം നമ്മൾ വായിക്കുമ്പോൾ ആ വചനം ഏത് ഉദ്ദേശത്തിലാണ് എഴുതിയിരിക്കുന്ന കാര്യം മനസ്സിലായില്ലെങ്കിൽ കൺഫ്യൂഷൻ വരും. यहाँ पर हम इस वचन को किस उद्देश्य में लिखा गया, अगर वो बात को अगर हमने नहीं जाना तो हम जरूर शंका में पड़ेगा. നമ്മൾ ആ 39-ാം വാക്യം പിന്നെ വായിക്കോ. उस 39 वचन फिर से एक बार पढ़ेंगे. നാമോ നാശത്തിലേക്ക് പിന്മാറുന്ന കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്ന കൂട്ടത്തിലത്രയാണ്. അവിടെ പറയുന്നത് നാമോ പിൻഭാഗത്തിൽ പോകുന്ന കൂട്ടറിൽ അല്ല എന്നാ പറയുന്നത്. यहाँ पर हम पढ़ता है कि हम लोग पीछे हटने वालों के साथ नहीं. അപ്പൊ അവിടെ ഒരു 2 കൂട്ടറുണ്ടാവും. അതിനർത്ഥം इसका मतलब वहां पर 2 झुंड है. അവർ രക്ഷയ്ക്ക് വേണ്ടി മുമ്പോട്ട് വന്നു, പക്ഷെ രക്ഷ വേണ്ടാന്ന് പറഞ്ഞിട്ട് കർത്താവിന്റെ ദൈവത്തിന്റെ പുത്രനെ അവര് ചവിട്ടിയിട്ട് പുറകോട്ട് പോവാ. അവര് कुछ लोग वचन सुनने के लिए आया, उद्धार पाने के लिए आया, परंतु उन्होंने
परमेश्वर के पुत्र को अपने पाँव तले रौंदा और वो पीछे गया। അവർക്കാണ് നാശത്വം പറഞ്ഞത്. उनके बारे में लिखा है कि उन लोगों का नाश होगा, എന്നാൽ നമ്മള് നശിക്കത്തില്ല. परंतु जो उद्धार पाए वो हम लोग नाश नहीं होगा, കാരണം നമ്മള് പുത്രനെ ഇതുവരെ ചവിട്ടിയില്ല. क्योंकि हमने पुत्र को अपने पाँव तले नहीं रौंदा, നമ്മൾ ആത്മാവിനെ ഇതുവരെ ഇൻസൾട്ട് ചെയ്തില്ല. हमने आत्मा को तुच्छ नहीं किया, निंदा नहीं किया. നമ്മൾ എന്ത് ചെയ്തു? हमने क्या किया? നീതിമാനായി പോലെ നമ്മള് വിശ്വാസത്താൽ മുമ്പോട്ട് നടക്കുക. हम लोग सच्चा विश्वास करके धार्मिकता में बना रह करके हम आगे बढ़ते गया. അങ്ങനെ മുമ്പോട്ട് പോകുന്നവർക്ക് ദൈവരക്ഷയുണ്ട്. इस प्रकार आगे चलते रहने वालों के लिए प्राण का उद्धार है, जीवन का उद्धार है. അത് എത്ര ക്ലിയർ ഉള്ള ഒരു കാര്യമല്ലേ? ये कितना साफ साफ बात है प्रियो. നമ്മൾ അത് വചനം അതിന്റെ അർത്ഥത്തിൽ തന്നെ നമുക്ക് അതിന്റെ ഗഹനമായ ധനം അതിലുണ്ട്. हमें उस वचन में ही उस वचन का गहराई वहां पर लिखा हुआ है. നമ്മൾ എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൽ जब हम इब्रानियों का पत्री 7वां अध्याय में വേറെ രീതിയിലാണ് അവിടെ എഴുതിയിരിക്കുന്നത്. वहां पर एक अलग रीति में लिखा, അതിന്റെ 25-ാം വാക്യം. उसकी 25वां वचन हम पढ़ेंगे. इब्रानियों 7 अध्याय का 25 वचन. താൻ മുഖാന്തരമായി ദൈവത്തിന് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നതിനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവൻ പ്രാപ്തനാകും. പൂർണ്ണമായി രക്ഷിക്കാൻ അവൻ പ്രാപ്തനാണ്. उन्हें पूरा रीति में उद्धार करने के लिए वो सामर्थ्यवान है. ഹിന്ദി में भी पढ़ लो. इसलिए जो उसके द्वारा परमेश्वर के पास आते हैं वो उनका पूरा पूरा उद्धार कर सकता है. അപ്പം പൂർണ്ണമായ രക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിന്റെ രക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി രക്ഷ ബാക്കിയുണ്ടെന്ന് അതിനർത്ഥം. पूरा पूरा उद्धार ऐसा कहने का अर्थ क्या है? वो उद्धार पाया हुआ आत्मा का उद्धार पाया हुआ लोगों के लिए हमारा उद्धार बाकी है, वो उसका अर्थ है. അപ്പൊ പൂർണ്ണ രക്ഷ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? पूरा पूरा उद्धार पाने के लिए हमें क्या करना चाहिए? അവന്റെ ആത്മാവും പ്രാണനും ദേഹവും മൂന്നും രക്ഷപ്പെടണം. इसका मतलब उनका आत्मा भी, प्राण भी और शरीर भी तीनों उद्धार पाना चाहिए. നമ്മള് 1 തെസ്സലോനിയർ നമ്മുടെ ആദ്യത്തെ വാക്യം വായിച്ചത് കർത്താവ് വരുമ്പോൾ ഈ മനുഷ്യൻ നിന്നെ പൂർണ്ണമായിട്ട് നിന്നെ വിശുദ്ധീകരിക്കട്ടെ നമ്മൾ വായിച്ചായിരുന്നു. हम लोगों ने शुरुआत में 1 थिस्सलुनीकियों 5 अध्याय का 23 वचन में अपने आत्मा में, प्राण में, शरीर में पूर्ण रूप में प्रभु पवित्र करे करके हमने पढ़ा था. അതേ അർത്ഥത്തിലാണ് പൂർണ്ണ രക്ഷ പൂർണ്ണ രക്ഷ കിട്ടാൻ നമ്മുടെ ദേഹിയും രക്ഷപ്പെട്ട് കർത്താവ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ശരീരം രക്ഷപ്പെടും. उसी प्रकार का अवस्था यहाँ पर भी बनाता है, क्योंकि जिसका उद्धार हुआ है वो उद्धार पाते रहता है, और जिस दिन प्रभु आएगा हम तुरंत प्रभु के साथ उद्धार पा करके प्रभु से मिलेंगे. ഇതേ ടൈപ്പുള്ള ഒരു വാക്യം കൂടാണ് റോമാലേഖനം 5:10. इसी प्रकार का एक अर्थ हमें देने वाला एक वचन है रोमियों का पत्री उसका 5 अध्याय उसका 10 वचन. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ ദൈവത്തിന് ശേഷം നാം അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. क्योंकि बैरी होने की दशा में उसके पुत्र की मृत्यु के द्वारा हमारा मेल परमेश्वर के साथ हुआ, तो फिर मेल को हो जाने पर उसके जीवन के द्वारा उद्धार क्यों न पाएंगे? അപ്പോൾ ഇവിടെ പറയുന്നത് നമുക്ക് ദൈവത്തോട് നമുക്ക് സമാധാനം കിട്ടിയെന്ന്. यहाँ पर वचन कहता है कि हमें प्रभु के साथ हमें मेल हुआ है. ഈ സമാധാനം എങ്ങനെ കിട്ടി? കർത്താവിനെ ക്രൂശിനെ വിശ്വസിച്ചപ്പോഴാണ്. ये मेल कैसे हमें मिला? प्रभु यीशु मसीह की कालवरी सूली की मृत्यु पर हमने विश्वास करने के द्वारा. ഇനി ഈ വിശ്വാസം കിട്ടിയവർക്ക് इस विश्वास जिसको मिल गया അവർക്ക് ദൈവത്തിന്റെ ജീവൻ ദൈവം അവർക്ക് പകരും. और ऐसे लोगों को प्रभु अपना जीवन उंडेलता है. ഈ ക്രിസ്തുവിന്റെ ജീവൻ വിശ്വസിക്കുന്നവർക്ക് കിട്ടുമ്പോൾ അവർ എത്ര അധികം രക്ഷപ്പെടും എന്നാണ് പറയുന്നത്. यहाँ पर वचन कहता है कि जिनको विश्वास के द्वारा प्रभु का जीवन मिल गया वो लोग कितना अधिक उद्धार पाएंगे. ഇല്ല, അവിടെ ഇനി വേറൊരു രക്ഷയെ പറ്റി മുമ്പ് ആ രക്ഷയുടെ മുമ്പിലോട്ട് ഇനിയും കാര്യങ്ങൾ ഇരിപ്പുണ്ടെന്നാണ് പറയുന്നത്. बोलने का अर्थ जो आत्मा का उद्धार पाए हुए लोगों के लिए उद्धार की बात आगे भी रखा है, वो बात को यहाँ पर बताया है. കാരണം ആത്മരക്ഷ കിട്ടി കഴിഞ്ഞാൽ അവരുടെ കാര്യം കഴിഞ്ഞിട്ടില്ല, ഇനിയും രക്ഷയുണ്ട്. क्योंकि आत्मा का उद्धार होने के बाद में बात कंप्लीट नहीं हुआ, और भी उद्धार की बात है करके हम लोग यहाँ पर देखते हैं. ഇനി എത്ര അധികം അവന്റെ ജീവനാൽ നമ്മൾ രക്ഷിക്കപ്പെടും, हम उसके जीवन के द्वारा कितना अधिक हम उद्धार पाएंगे. അപ്പൊ അത് ദൈവ രക്ഷ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. इसका मतलब यहाँ पर भी जो बोला वो बात वो हमारा प्राण के उद्धार के बारे में. ഇനി ഞാനൊരു വാക്യം എടുക്കാൻ പോകുന്നത് और एक वचन में आपको पढ़ना चाहता हूँ. ഇതൊരു വേറെ കാറ്റഗറിയാണ്. ये और एक मतलब बाजू की बात है. ഈ വചനം എടുത്ത് ഞാൻ ജനങ്ങളോട് പറയുമ്പോൾ ഈ വചനം തെറ്റാണെന്ന് തന്നെ അവർ പറയും. ये वचन जब लोगों को बताएंगे लोग बोलेगा ये वचन ही गलत है. കാരണം അവര് പറയുന്നത് ഒറിജിനൽ ട്രാൻസ്ലേഷനിൽ ഗ്രീക്കിലൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നു എന്ന് പറയും. ऐसा कुछ लोग कहता है कि ये जो ग्रीक में ओरिजिनल भाषा में ऐसा नहीं था करके बोलता है. എന്നാൽ ഞാൻ ഗ്രീക്ക് ബൈബിൾ വായിച്ചപ്പോൾ परंतु मैंने जब ग्रीक वचन को पढ़ा, ഗ്രീക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥ ട്രാൻസ്ലേഷൻ ഞാൻ വായിച്ചപ്പോൾ बोलने का अर्थ ग्रीक भाषा का इंग्लिश में जो लिखा है उस अर्थ को जब पढ़ा അവിടെ ഇത് എഴുതിയിട്ടുണ്ട്. वहां पर लिखा है. അപ്പം എനിക്ക് വലിയ സമാധാനം കിട്ടി. കാരണം ഇനിയും ജനങ്ങൾ ഇങ്ങനെ വന്ന് ചോദിക്കും
ചോദിക്കുമ്പോൾ അവർക്ക് ഗ്രീക്ക് ബൈബിളിൽ ഇങ്ങനെ ഉണ്ടെന്ന് പറയാനുള്ള ഒരു തെളിവ് കിട്ടി. उसका मतलब अगर जो ग्रीक में ऐसा नहीं लिखा करके बोलेगा तो भी ये वचन पढ़ने के द्वारा ये बात को मुझे हिम्मत मिला कि ऐसा लिखा है. എന്നാൽ നമ്മൾ വായിച്ചാൽ अभी हम जब पढ़ेंगे അതിന്റെ വ്യാകരണം നമ്മൾ ശ്രദ്ധിക്കണേ. उसका आप उसका ग्रामर जरूर ध्यान से देखिए. 1 കൊരിന്ത്യർ 1:18 पहला कुरिन्थी पहला अध्याय का 18 वचन. पहला कुरिन्थी उसका पहला अध्याय उसकी 18 वचन. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. അവിടെ വരേണ്ടത് രക്ഷിക്കപ്പെട്ടോണ്ടിരിക്കുന്നവർ അങ്ങനെ വരണ്ടേ. यहाँ पर उद्धार पाया हुआ ऐसा नहीं जो उद्धार पाते रहता है ऐसा आना चाहिए. हिंदी में पढ़ो. हम उद्धार पाने वालों के लिए परमेश्वर की सामर्थ है. हाँ, उद्धार पाने वालों അത് കറക്റ്റാ. उद्धार पाने वालों के लिए वो भी उद्धार पाते रहता है उनके लिए आना चाहिए. അതായത് രക്ഷിക്കപ്പെട്ടോണ്ടിരിക്കുന്നവർക്കെന്നാണ് വരുന്നത്. मतलब जो उद्धार पाते रहता है उनके लिए. ഇതൊരു പ്രത്യേക ഒരു ക്രമമാണ്, ഒരു ഗ്രാമറാണ്. ये एक मतलब वर्तमान युग का एक बात है. അതായത് ഇപ്പൊ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ രക്ഷിക്കപ്പെട്ടോണ്ടിരിക്കുവാണോ ആണ് ആ അർത്ഥമാണ്. इसका मतलब क्या है कि उद्धार पाया हुआ हम लोग अभी दुनिया में जीवित रहता है. इसी प्रकार का वर्तमान युग में हमारे जीवन में होने वाला उद्धार के बारे में यहाँ पर लिखा है. ഇതേ പ്രകാരമുള്ള ഇനി 2 വാക്യങ്ങളുണ്ട്. इसी प्रकार का और भी 2 शब्द है. അപ്പോസ്തല പ്രവൃത്തി प्रेरितों का അതിന്റെ 2:47 उसका दूसरा अध्याय का 47 वचन में जब हम देखते हैं प्रेरितों का दूसरा अध्याय का 47 കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു. അവിടെയും വരുന്നത് രക്ഷിക്കപ്പെട്ടോണ്ടിരിക്കുന്നവരെ कर्ताव प्रतिदिन सभയിൽ ചേർത്തു. यहाँ पर भी इस रीति में आना चाहिए. प्रभु जो उद्धार पाते रहता है उनको मंडली में मिलाते रहता है. അപ്പം സഭയിൽ നമ്മൾ അത് സ്ഥാനീയ സഭയെ പറ്റിയാണ്. ये हमारा स्थानीय मंडली के बारे में. അതായത് യെരുശലേം സഭയിൽ ഒരു സഭ ഉണ്ടായിരുന്നു. യെരുശലേം സ്ഥാനത്ത് ഒരു സഭ ഉണ്ടായിരുന്നു. यहाँ पर यरूशलेम में एक मंडली थी. അപ്പോൾ ആരൊക്കെ ആത്മാവിൽ രക്ഷിക്കപ്പെട്ടോ, जो लोगों ने आत्मा में उद्धार पाया, കർത്താവിന്റെ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടോ, प्रभु का वचन सुनकर उद्धार पाया, അവർ കർത്താവിന്റെ യൂണിവേഴ്സൽ ചർച്ചിൽ കർത്താവിന്റെ സഭയിൽ അവർ ചേർക്കപ്പെട്ടു. उन्होंने जब आम मंडली में उन लोगों को मिलाया गया. കർത്താവിന്റെ സഭയിൽ സ്വർഗത്തിലാണ്, वो स्वर्ग में है. ആ സഭയെ പറ്റിയിട്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ എന്റെ സഭയെ പണിയും. इस मंडली के बारे में प्रभु ने कहा था कि मैं मेरा मंडली बनाएगा. അപ്പൊ ആ സഭയെ സ്ഥാനമായിട്ട് പ്രതിബിംബിക്കാൻ വേണ്ടിയിട്ടായിരുന്നു യെരുശലേം സഭയിൽ കൂടി വന്നത്. उस मंडली का एक प्रतिबिंबित करने के लिए स्थानीय मंडली में वो लोग इकट्ठा होते थे. അപ്പൊ ആ യെരുശലേം സഭയിൽ കർത്താവ് എന്ത് ചെയ്തു? उस यरूशलेम की मंडली में प्रभु ने क्या किया? ആരൊക്കെ അപ്പോസ്തല മുഖാന്തരം സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടോ, जो लोग प्रेरितों के द्वारा सुसमाचार सुनकर के उद्धार पाया, എന്നിട്ട് അവർക്ക് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവരെ, और जो उद्धार पाते रहना है इस प्रकार का इच्छा में रहने वाले लोगों को അവർക്ക് യെരുശലേം സഭയിൽ കർത്താവ് ചേർത്തോണ്ടിരുന്നു. उनको प्रभु यरूशलेम की मंडली में जोड़ते रहा. അപ്പൊ നമ്മളല്ല സഭയിൽ ആരെയും ചേർക്കുന്നത്. इसका मतलब हम लोग मंडली में किसी को नहीं जोड़ता. ഞാൻ ഇങ്ങനെ ഇയർ എൻഡിങ് ആകുമ്പോൾ ചില പാസ്റ്റർമാർ ഇങ്ങനെ പറയാറുണ്ട്, कई लोग साल के आखिरी दिनों में ऐसा कुछ प्रभु का दास लोग कहता है, കർത്താവിന്റെ കൃപയാൽ ഇന്ന് സഭയിൽ ഈ വർഷം 100 പേര് സഭയിൽ ചേർന്നു. प्रभु के अनुग्रह से इस साल में 100 लोग मंडली में मिल गया. അതുകൊണ്ട് അടുത്ത വർഷം നിങ്ങൾ എല്ലാവരും പ്രയത്നിച്ച് ഒരു 1000 പേരെങ്കിലും കൊണ്ടുവരാനുള്ള രീതിയിൽ എല്ലാവരും പ്രവർത്തിക്കണം. इसलिए अगला साल में और भी हम कम से कम 1000 लोगों को प्रभु में लाने के लिए प्रयास करना. അപ്പൊ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒരു പ്രതിജ്ഞ ചെയ്യുവാറ്. इसका मतलब उन लोगों ने एक बड़ा निर्णय लेता है, അടുത്ത വർഷം ഞാൻ ഒരു 10 പേരെ കൊണ്ടുവരും. मैं अगला साल में 10 लोगों को कम से कम लेकर आएगा. അത് എത്ര വലിയ മണ്ടത്തരമല്ലേ പ്രിയപ്പെട്ട. ये कितना बेवकूफी की बात है. നമ്മൾ 100 പേരോട് സുവിശേഷം പറഞ്ഞാലും അതിൽ നിന്ന് ഒരാൾ രക്ഷിക്കപ്പെട്ടാൽ അത് ഏറ്റവും വലിയ അനുഗ്രഹമുള്ള കാര്യമാണ്. अगर हमने 100 लोगों को सुसमाचार सुनाया, उसमें से एक भी व्यक्ति उद्धार पाया तो ये बहुत बड़ी बात है. എന്നാൽ ആ ഒരാൾ രക്ഷിക്കപ്പെട്ട് വരുന്നത് ഞാൻ സുവിശേഷം പറഞ്ഞുകൊണ്ട് വലിയ കാര്യമല്ല, കർത്താവ് അവന്റെ ഉള്ളിൽ പ്രവർത്തിച്ചോണ്ട്. ये मैंने सुसमाचार सुनाया इसलिए नहीं, प्रभु ने उनका दिल में काम किया इसलिए. ഞാൻ വെറും ഒരു മാധ്യമമായേ ഉള്ളൂ. मैं सिर्फ उसके लिए एक वेपन बना. എന്നാൽ ചെയ്ത പ്രവൃത്തി എല്ലാം കർത്താവാണ്. यहाँ पर उद्धार करने वाला लेकर आने वाला सब प्रभु ने किया. അത് മാത്രമല്ല, ये इतना ही नहीं, സുവിശേഷം പറയാൻ കൃപ തന്ന ദൈവമാണ്. हमें सुसमाचार सुनाने के लिए जो अनुग्रह दिया प्रभु ने दिया. ആ ദിവസം ഞാൻ ജീവിച്ചിരിക്കണം, അതിന്റെ കൃപ തന്ന ദൈവമാണ്. उस दिन में मैं जिंदा रहना, ये अनुग्रह भी प्रभु ने दिया. ആ ദിവസം ഞാൻ എന്ത് സംസാരിക്കണം, അതിന്റെ കൃപ തന്ന ദൈവമാണ്. उस दिन में मुझे क्या बोलना चाहिए वो बात
बात के लिए भी प्रभु ने अनुग्रह दिया। അപ്പൊ പിന്നെ എനിക്ക് എങ്ങനെ പറയാൻ പറ്റും ഞാനാണ് അവളെ രക്ഷയിൽ കൊണ്ടുവന്നതെന്ന്? इसका मतलब मैं कैसा बोल पाएगा कि मैंने उसको उद्धार में लाया कर, എല്ലാം ചെയ്തത് കർത്താവല്ലേ? क्योंकि सब कुछ प्रभु ने किया। കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. प्रभु हमें सहायता करे। നമ്മള് അതിന് 3 പ്രകാരമുള്ള വാക്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. जब 3 प्रकार का शब्द है करके मैंने आपको बताया, അതാണ് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ. जब उद्धार आते रहता है उस विषय में, അതിന്റെ 3-ാം വാക്യമാണ് 2 കൊരിന്ത്യർ 2:15. उसका दूसरा वचन है दूसरा वाक्य, उसका तीसरा वाक्य है दूसरा कोरिन्थी उसका दूसरा अध्याय का 15 वचन। രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും. അവിടെ നമ്മൾ വായിക്കുന്നത് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുടെ ഇടയിൽ നമ്മൾ കർത്താവിന്റെ ഒരു സൗരഭ്യമാണെന്ന് പറയുന്നത്. वहाँ पर भी हम पढ़ता है कि जो उद्धार पाते रहता है उनके बीच में भी हम प्रभु का एक सुगंध है. അപ്പൊ 2 കൂട്ടരുണ്ട് അവിടെ. यहाँ पर भी 2 झुंड है, രക്ഷിക്കപ്പെടുന്നവരും നശിച്ചു പോകുന്നവരും. वहाँ पर भी जो उद्धार पाते रहता है और जो नाश में जाता है. അപ്പൊ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് അവർ വിശ്വാസിയെ പറ്റിയിട്ടാണ് പറയുന്നത്. जब जो व्यक्ति उद्धार पाते रहता है ये एक विश्वासी के बारे में कहता है. നശിച്ചു പോകുന്നവർ എന്ന് പറഞ്ഞാൽ പാപികൾ, ഇത് രക്ഷിക്കപ്പെട്ടിട്ടില്ല. जो मतलब नाश में जाने वाला बोलेगा तो अभी तक उनका उद्धार नहीं हुआ, അവരുടെ ഇതരയും ആത്മാവിന് രക്ഷ ആയിട്ടില്ല. उनको अभी तक आत्मा का उद्धार नहीं हुआ. ആത്മാവിന് രക്ഷ ഉള്ളവരെ അവർ പ്രതിദിനം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. जिन्होंने आत्मा में उद्धार पाया वो दिन प्रतिदिन उद्धार पाते रहता है. ഇനി നമുക്ക് എബ്രായ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ जब हम इब्रानियों का पत्र जब हम पढ़ता है വേറെ ടൈപ്പ് നമ്മൾ വായിക്കുവാണ്. और भी हम उसका दूसरा प्रकार हम देखता है 2:11. उसका दूसरा अध्याय का 11 वचन. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അവിടെ പറയുന്നത് വിശുദ്ധീകരിക്കപ്പെടുന്നോണ്ടിരിക്കുന്നവർ എന്നാ പറയുന്നത്. यहाँ पर भी जो पवित्रताई होते रहता है उनके बारे में लिखा है. ഇത് ദേഹി രക്ഷേനെ കണക്ഷൻ ചെയ്ത് പറയുവാണ്. ये सारे बात हमारा प्राण के उद्धार के बारे संबंध में बोलता है. ഇന്ന് നമ്മൾ എല്ലാ ദിവസവും വിശുദ്ധമായിക്കൊണ്ടിരിക്കുകയാണ്. यहाँ पर आज उद्धार पाए हुए लोग रोज दिन प्रतिदिन उद्धार आते रहता है या पवित्रताई में बैठते रहता है. അതിന്റെ എബ്രായർ 10:14. और इसी प्रकार उसका 10 अध्याय उसका 14 वचन, 10 अध्याय का 14 वचन. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സർവ്വഗുണമുക്തി വരുത്തിയിരിക്കുന്നു. വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് यहाँ पर जो पवित्रताई पाते रहता है उनके लिए. അവിടെ ആ വ്യാകരണം നമ്മൾ കണ്ടോ? यहाँ पर भी आपने उसका ग्रामर देखा. ആ വാക്യം വായിച്ചാൽ തന്നെ അത് തന്നെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. നമുക്ക് അതിന് അർത്ഥം പറയേണ്ട ആവശ്യമില്ല, അതിൽ തന്നെ അതിന് അർത്ഥമുണ്ട്. यहाँ पर वो वचन में ही उसका अर्थ लिखा है. നമ്മൾ വിശുദ്ധം നമ്മൾ ആയിക്കൊണ്ടിരിക്കുക. हम लोग रोज उद्धार पाते रहता है या पवित्रताई में बढ़ते रहता है. ക്രിസ്തുവിൽ നമ്മൾ എന്നേക്കും വിശുദ്ധരാണ്. हम मसीह में हमेशा के लिए पवित्र है. എന്നാൽ ഭൂമിയിൽ നമ്മൾ ഇടപെടുമ്പോൾ परंतु जब हम दुनिया में जब व्यवहार करता है കർത്താവിന്റെ കൃപയാൽ നമ്മൾ ആ വിശുദ്ധി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. प्रभु का अनुग्रह से हमें उस पवित्रताई में बना रहना हमारा कर्तव्य है. അതിൽ ഇരുന്നോണ്ടിരിക്കണം. हमें उस पवित्रताई में बना रहना चाहिए. നമ്മൾ ഇനി വേറെ ടൈപ്പ് നമ്മൾ നോക്കുമ്പോൾ और प्रकार का हम जब देखता है സമയമില്ല, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തീർക്കാം. समय कम हो गया इसलिए मैं जल्दी खत्म करते हैं. 2 കൊരിന്ത്യർ 3:18. उसका दूसरा कोरिन्थी में तीसरा अध्याय उसके 18 वचन में हम पढ़ता है. दूसरा कोरिन्थी उसका तीसरा अध्याय 18 वचन. നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അവിടെ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. यहाँ पर हम रूपांतर होते रहता है करके लिखना चाहिए. നമ്മൾ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ जब हम दुनिया में रहता है കർത്താവിന്റെ പ്രതിമ ഈ വചനത്തെ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ इस वचन को जब हम ध्यान करते रहते हैं അവന്റെ തേജസ് ഇതിനുണ്ട്. इस वचन में प्रभु का महिमा है. ഈ തേജസ് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ इस वचन में जैसे हम बढ़ता है तो उस महिमा में हम बढ़ता है. അങ്ങനെ ആ മഹിമയിൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ രൂപാന്തരീകരിക്കപ്പെട്ടുകൊണ്ടും ഇരിക്കുക. उस समय में हम दिन प्रतिदिन हमारे रूपांतर प्रक्रिया होते रहता है. നമ്മുടെ ദേഹീന് വേണ്ടിയിട്ട് രൂപാന്തരപ്പെടേണ്ട ആവശ്യമുണ്ട്. इसका मतलब हमारा प्राण में हमें इस प्रकार का रूपांतर प्रक्रिया होना जरूरी है. നമ്മുടെ പഴയ മനുഷ്യൻ മരിച്ചിട്ട് ക്രിസ്തു എന്ന പുതിയ മനുഷ്യനിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കണം. हमें हमारा पुराना मनुष्य रोज मरते जाना और मसीह हमारे में जीते जाना. അതേ 2 കൊരിന്ത്യർ 4:14 പറയുന്നത് उसी दूसरा कोरिन्थी 4 अध्याय का 16 वचन में हम पढ़ता है. അതുകൊണ്ട് ഞങ്ങൾ അതിനെപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. നമ്മുടെ അകത്തെ മനുഷ്യൻ എല്ലാ ദിവസവും പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കുക. हमारा अंदर का मनुष्य दिन प्रतिदिन नया होते जाता है. ഇല്ല, അപ്പൊ അത് കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, വർത്തമാനത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. बोलने का अर्थ हम वर्तमान में हमारे जीवन में ये काम प्रतिदिन होते रहता है. ഫിലിപ്പിയ ലേഖനം 3:10. जब हम फिलिपियों का पत्र उसका तीसरा अध्याय का 10 वचन में हम पढ़ता है. फिलिपियों उसका तीसरा अध्याय का 10 वचन. 3:10. അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട്
അവനെ അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതും. അവിടെ പറയുന്നത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ നമ്മൾ അവന്റെ കഷ്ടത്തിൽ നമ്മൾ കൂട്ടായ്മ വെക്കുമ്പോൾ നമ്മൾ അവന്റെ മരണത്തോട് ഏകാഗ്രതം ആയിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ हम जब उनके कष्टों में सहभागी होता है तो हम उसका मृत्यु में भी सहभागी होते रहता है. ഇത് നമ്മൾ ഈ ഒരു ദേഹീയ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും വലിയ ആവശ്യമുള്ള കാര്യമാണ് ക്രിസ്തുവിന്റെ ക്രൂശിന്റെ മരണത്തോട് ഏകാഗ്രതം ആയിക്കൊണ്ടിരിക്കണം. അവൻ प्राण के उद्धार पाने के लिए हमें क्रूस की मृत्यु की सहभागिता में होते रहना हमारा कर्तव्य. അങ്ങനെ കഷ്ടം സഹിച്ചാൽ നമ്മൾ രക്ഷിക്കപ്പെടുമോ? क्या हम लोग कष्ट सहने से हमारा उद्धार होगा? ആത്മാവിനെ രക്ഷ കിട്ടത്തില്ല കേട്ടോ. आत्मा का उद्धार कभी नहीं होगा. എന്നാൽ പ്രാണനെ രക്ഷയെ പറ്റിയിട്ട് കർത്താവ് അവിടെ 2 കൊരിന്ത്യർ 7 ഒരു കാര്യം പറയുന്നുണ്ട്. परंतु हमारा प्राण के उद्धार के बारे में दूसरा कोरिन्थियों 7 अध्याय में एक बात कहता है. दूसरा कोरिन्थियों 7 अध्याय 10 वाक्യം उसका 7 अध्याय का 10 वचन. അതിന്റെ തുടക്കത്തിൽ പറയുന്നത് उसका शुरुआत में हम करता है कि ദൈവവിധ പ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. അപ്പൊ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ हम लोग जब दुनिया में जीता है ഈ കഷ്ടങ്ങൾ നമുക്ക് വന്നാൽ जब हमारे जीवन में कष्ट आता है ഈ കഷ്ട മുഖാന്തരം ഞാൻ മാനസാന്തരപ്പെട്ടാൽ अगर हम इन कष्टों में अगर हमारा मन फिरावट होता है അത് രക്ഷയിലോട്ട് കൊണ്ടുപോകും. वो मन फिरावट हमें उद्धार की ओर ले जाएगा. അത് ഏത് രക്ഷയാ? ये कौन सा उद्धार है? ഇത് ആത്മാവിന് രക്ഷ കിട്ടിയവർ ये आत्मा का उद्धार पाए हुए लोग ദേഹി രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവിടെ ഓടുക. ये अपना प्राण के उद्धार के लिए भागता है. എത്ര ക്ലിയർ അല്ലേ അത്? ये कितना क्लियर बात है. വചനം സ്പഷ്ടമായിട്ട് ദേഹി രക്ഷ ഉണ്ടെന്ന് ബൈബിളിൽ തെളിവുണ്ട്. प्रियो जब प्रभु का वचन में हमारा प्राण का उद्धार है करके क्लियर कहता है. ഇനി അമ്മമ്മ സ്ത്രീകളെ പറ്റി और स्त्रियों के बारे में അവർക്ക് എന്ത് പറ്റും? उनके बारे में उनको क्या होगा? അവരുടെ രക്ഷ ഒരു പ്രത്യേക രക്ഷ അവർക്ക് തന്നിട്ടുണ്ട്. उनके लिए एक विशेष उद्धार का बात हम देखता है. 1 തിമോത്തി 2:15 उसका दूसरा തിമോത്തി पहला तिमोथी 2:15 उसका दूसरा अध्याय का 15 वचन कि എങ്കിൽ അവൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും. ഫുൾ വായിക്കോ? എന്നാൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശദീകരണത്തിലും സ്വഭാവത്തോടെ പാർക്കുന്നുവെങ്കിൽ അവൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും. അപ്പൊ അവിടെ എന്ത് ചെയ്യും? ഈ ഒരു വിശ്വാസിയ സ്ത്രീ ഏക വിശ്വാസ് में आया हुआ स्त्री ഈ സ്ത്രീ വിശ്വാസം ആയി ആത്മാവിന്റെ രക്ഷ കഴിഞ്ഞിട്ട് उनका आत्मा का उद्धार होने के बाद ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചാൽ एक बच्चे को जन्म देने के ആ बाद കുഞ്ഞും അമ്മയും उस बच्चा और माँ അവര് വിശ്വാസത്തിൽ നടക്കുകയും वो विश्वास में चलते रहे സ്നേഹത്തിൽ നടക്കുകയും और प्रेम में चलते रहे വിശുദ്ധിയിൽ നടക്കുവാണെങ്കിൽ पवित्रताई में जीते रहे അവർ രക്ഷിക്കപ്പെടും. वो उद्धार पाएगा. അത് ഏത് രക്ഷയാ? ये कौन सा उद्धार है? ദേഹി രക്ഷ പറ്റി. ये प्राण का उद्धार. അത് ആത്മാവ് രക്ഷ ഓൾറെഡി കിട്ടിയവരുടെ കാര്യമാണ്. ये हमारा आत्मा का उद्धार पाए हुए लोगों के बारे में लिखा है. എത്ര അനുഗ്രഹിക്കപ്പെട്ടതല്ലേ? कितना आशीर्वादी बात है. ഇനി ഒരു അവസാന വാക്യം മാത്രം. और एक आखिरी शब्द ഇത് ദേവദാസന്മാർക്ക് വേണ്ടിയാണ്. ये प्रभु का दासों के लिए. ദേവദാസന്മാർ ആരൊക്കെ വചനം പറയുന്നു അവർക്ക് വേണ്ടിയിട്ടാണ്. जो लोग प्रभु का वचन बताते हैं उनके लिए. 1 തിമോത്തി 4:16 जब पहला तिमोथी उसका 4 अध्याय उसका 16 वचन. ഞാൻ വചനം 1 തിമോത്തി 4:16 16 വചനം में हम देखते हैं कि നിന്നെ തന്നെയും ഉപദേശത്തെയും കാത്തുകൊള്ളുക, ഇതിൽ സൂക്ഷിച്ചുകൊള്ളുക, ഇതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. അതിന് ഉറച്ചു നിൽക്കാനാ പറയുന്നത്. तुम पक्का मजबूत बना रहना. അപ്പൊ ഉറച്ചു നിൽക്കണമെങ്കിൽ ആദ്യം കിട്ടണ്ടേ? अगर हमें ऐसा बना रहना है तो पहले हमें मिलना चाहिए. അപ്പൊ എപ്പോഴാണ് നമുക്ക് കിട്ടിയേ? हमको कब मिला? എന്റെ ആത്മാവിന് രക്ഷ ആയപ്പോൾ. जब हमारा आत्मा का उद्धार हुआ. ഈ ആത്മരക്ഷ കിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനെ ഉറച്ചു വെക്കുക. जब हमारा आत्मा का उद्धार हुआ तो हमें उसमें बना रहना. അപ്പൊ ഞാൻ ദേഹി രക്ഷ ചെയ്യുക. इसका मतलब उस समय में मेरा प्राण का उद्धार का कार्य मैं कर रहा हूँ. അപ്പൊ ഞാൻ ഇങ്ങനെ കർത്താവിന്റെ സത്യവചനം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നാൽ, जब मैं प्रभु का सत्य वचन सुनाते रहेगा, ആ പറഞ്ഞുകൊണ്ടിരുന്നാൽ എനിക്ക് രക്ഷയുണ്ട്. उस सुनाते रहने के द्वारा मुझे उद्धार है, എന്നെ കേൾക്കുന്നവർക്കും രക്ഷയുണ്ട്. और मुझे सुनने वालों को भी उद्धार है. ഇത് സഭയിൽ സംസാരിക്കുന്ന കാര്യമാട്ടോ. ये मंडली में बताने वाला बात है. ലോകത്തിൽ പോയി സുവിശേഷം പറയുന്ന കാര്യമല്ല. ये दुनिया में जाकर के सुसमाचार सुनाने वाला बात नहीं. ലോകത്തിൽ പോയി സുവിശേഷം പറഞ്ഞ പ്രതിഫലമുണ്ട്. इस दुनिया को हम सुसमाचार देता है तो उसका प्रतिफल जरूर है. അവർക്കും ആത്മരക്ഷ കിട്ടും. उनको भी आत्मा का उद्धार मिलेगा. എന്നാൽ ഇവിടെ തിമോത്തിയോട് പറയുന്നത്, परंतु यहाँ पर तिमोथियुस को पौलुस कहता है നീയും രക്ഷിക്കപ്പെടുന്ന പറയുന്നത്. तुम भी उद्धार पाएगा. അപ്പൊ തിമോത്തി രക്ഷിക്കപ്പെട്ടതല്ലേ? इसका मतलब तिमोथी उद्धार नहीं पाया, അവൻ രക്ഷിക്കപ്പെട്ടു. वो उद्धार पाया है. എന്നാൽ ഈ വചനത്തിൽ നിലനിന്നാൽ, परंतु इस वचन में बना रहेगा तो ആ സമയത്തുള്ള ഉപദേശം, ഞാൻ തന്ന ഉപദേശത്തെ നീ പിടിച്ചു വെച്ചാൽ, तुमको मैंने दिया हुआ उपदेश को तुम थामा रहेगा तो നീയും രക്ഷപ്പെടും. तुम भी उद्धार पाएगा. നിന്റെ പ്രാണൻ രക്ഷ കിട്ടും. तेरा प्राण का उद्धार होगा. അപ്പം
ഇത്രയും വാക്യങ്ങൾ സ്പഷ്ടമാണ്, ഒരു തർക്കം ഇല്ലാത്ത ഒരു അവസ്ഥയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ദേഹി രക്ഷയുണ്ട്. इसका मतलब इन सारे वचनों में हमने क्या देखा? प्राण का उद्धार है, അപ്പം ആത്മാവിന്റെ രക്ഷയുണ്ട്, आत्मा का उद्धार है, ദേഹി രക്ഷയുണ്ട്, प्राण का उद्धार है ദേഹ രക്ഷയുണ്ട്. और शरीर का उद्धार है. ഈ എന്തിനാ ഞാൻ പറയുന്നത്? ഇതെല്ലാം ഇന്നത്തെ ഒരു ക്ലാസ് ഈ രീതിയിൽ എടുക്കാൻ ഒരു കാരണമുണ്ട്. ये तीनों बात को इस रीति में लेने के एक कारण है. കാരണം ഇന്നത്തെ ക്ലാസ് നമ്മൾ ശരിക്കും കേട്ട് കഴിഞ്ഞാൽ കർത്താവ് ഇനിയും വരാനുള്ള ദിവസത്തിൽ ദേവദാസൻ പ്രാണന്റെ രക്ഷയെ പറ്റി പറയുമ്പോൾ ഇനി സ്പഷ്ടമായ ക്ലിയറിറ്റി നിങ്ങൾക്ക് കിട്ടും. आगे को जब प्रभु का दास आपको प्राण का उद्धार के बारे में जब बताएगा और भी आपको ये बात मतलब साफ साफ समझ में आएगा. ഞാൻ ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും ചെയ്യാൻ പോയില്ല. मैं इसका कोई विस्तार से नहीं बोला. കാരണം ഞാൻ വിശ്വസിക്കുന്നു ഈ വചനത്താൽ ദേവദാസൻ ഇനി ക്ലാസ് എടുക്കുമ്പോൾ ഇതിന്റെ ആഴത്തിൽ ദേവദാസൻ കയറുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എടുത്തില്ല. ये वचन को और भी जब हम प्राण के उद्धार के बारे में जब जाएगा तो और भी गहराई में जाएगा, इसलिए मैंने नहीं बताया. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രം പറഞ്ഞോളൂ. मैं सिर्फ एक बाहर से एक आपको बात बताया. അപ്പൊ ഇന്നത്തെ ക്ലാസ് മനസ്സിലാകണമെങ്കിൽ ആദ്യത്തെ ക്ലാസ്സുകൾ ശരിക്കും കേൾക്കണം. आज भी ये बात को अगर आपको समझना है तो पहले का क्लास आपको समझा होना चाहिए. എന്നിട്ട് ഇതിന്റെ ലാഭം കിട്ടണമെങ്കിൽ കർത്താൻ വരുമ്പോഴുള്ള ദിവസം വരെ നമ്മൾ ഈ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ അതും കേട്ടാലേ അതിന്റെ ലാഭം കിട്ടുള്ളൂ. इसका मतलब इसका सारा लाभ हमको उठाना है तो हमें रोज रोज सुनने वाला वचन को हमारे जीवन में ला करके हम आगे बढ़ेगा, तभी उसका लाभ मिलेगा. അതുകൊണ്ട് കർത്താവ് വരുന്നവരെ ഈ രക്ഷയിൽ നമ്മൾ നടക്കട്ടെ. इसलिए हमें प्रभु का आगमन तक इस उद्धार में बढ़ते जाने के लिए प्रभु सहायता करें. കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ. प्रभु का अनुग्रह सबके साथ हो. Praise the Lord. आमीन.